السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. وترك البدع وكل بدعة فهي ضلالة. ബിദ്അത്തിന്റെ വിഷയത്തിൽ ബിദ്അത്തുൻ ഹസനത്തുണ്ട് എന്നതിന് തെളിവ് പിടിക്കുന്ന ആളുകൾ രണ്ടാമതായി പറയുന്ന തെളിവാണെന്ത്? മൻസന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ. ആ ഹദീസും എന്തല്ല, പുതിയൊരു ബിദ്അത്ത് ഉണ്ടാക്കാനുള്ള തെളിവല്ല. കാരണം ആ ഹദീസിൻ്റെ കാരണം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ഹദീസിൻ്റെ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്കക്ക് വേണ്ടി എന്ത് ചെയ്യും? ആവശ്യപ്പെടും. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യും? സ്വതക്കക്ക് വേണ്ടി മുന്നിട്ട് വരും. അങ്ങനെ അദ്ദേഹം സ്വതക്കക്ക് മുന്നിടുന്നത് കണ്ടിട്ട് ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യും? മുന്നിട്ട് വരുന്നതാണ്. അപ്പോൾ ആ സുന്നത്തിനെ ജീവിപ്പിച്ചതാരാ? ആദ്യത്തെ വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ എന്നതിൻ്റെ ഉദ്ദേശം സുന്നത്തിനെ ജീവിപ്പിക്കലാണ്. അപ്പോൾ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു സുന്നത്ത് ആരെങ്കിലും ഒരാൾ ചെയ്യുന്നില്ല എങ്കിൽ അതിനെന്ത് ചെയ്യാണ്? ജീവിപ്പിച്ച് കൊണ്ടുവരികയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയാം? സുന്നത്തൻ ഹസനത്തൻ എന്ന് പറയാം. അതല്ലാതെ പുതുതായി ഉണ്ടാക്കുന്നതിനെ അല്ല. ഉദാഹരണത്തിന് ആളുകളൊക്കെ ഒഴിവാക്കുന്ന ഒരു സുന്നത്താണ് സിവാക്ക് എന്നത്. പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സുന്നത്താണ്. അതുമാത്രമല്ല, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഇമാം സുജൂദിലേക്ക് എത്തിയതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? അതായത് ഇമാം സുജൂദിലേക്ക് എത്തുന്നത് നമ്മൾ കാണണം, എന്നിട്ട് പോകുന്നതാണ് എന്ത്? സുന്നത്ത് എന്നാണ്. അത് പല ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സുന്നത്തുകളെ ജീവിപ്പിക്കുക എന്നതാണ് എന്ത്? മൻസന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ എന്നതിൻ്റെ ഉദ്ദേശം. ആ ഹദീസിൻ്റെ കാരണം മനസ്സിലാക്കിയാൽ തന്നെ എന്ത് വാളിഹാണ്, കൃത്യമാണ്. ആ ഹദീസ് കൊണ്ട് എന്ത് തെളിവല്ല, പുതിയ ബിദ്അത്ത് ഉണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയായതല്ല, ശരിയായ പ്രവണതയല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത വിഷയം ബിദ്അത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്. ബിദ്അത്തിന് തെളിവ് പിടിക്കുന്ന ആളുകളൊക്കെ തെളിവ് പിടിക്കുക, ബിദ്അത്ത് അവരുടെ ബിദ്അത്ത് സ്ഥാപിക്കുക രണ്ടാലൊരു രൂപത്തിലാണ്. ബിദ്അത്തുകൾ സ്ഥാപിക്കുക രണ്ടാൽ ഒരു രൂപത്തിൽ. ഒന്നുകിൽ ലഈഫായ ഹദീസ് കൊണ്ടായിരിക്കും, രണ്ടാമത്തേത് സംഭവം സ്വഹീഹായിരിക്കും. ഹദീസോ അതല്ലെങ്കിൽ ആയത്താണെങ്കിൽ ചർച്ചക്ക് പ്രസക്തിയില്ല, സ്വഹീഹായിരിക്കും. പക്ഷേ ആ സ്വഹീഹായതിലേക്ക് എന്ത് ചെയ്യും? ഇവരുടെ വക വ്യാഖ്യാനങ്ങൾ എന്ത് ചെയ്യും? ഇവർ പറയും. ഏതെങ്കിലും സഹാബികളുടെയോ താബിഈകളുടേതോ അതല്ലെങ്കിൽ ഉത്തമരായ നൂറ്റാണ്ടിൻ്റെ ഉലമാക്കളുടേതോ ഒന്നും എന്തുണ്ടാവില്ല, ഇവർക്ക് ഉദ്ധരണികൾ ഉണ്ടാകില്ല. അപ്പോൾ രണ്ടാൽ ഒരു രൂപത്തിലാണ് ബിദ്അത്തുകൾ ഇവർ സ്ഥാപിക്കുക. ഒന്നുകിൽ ലഈഫായ ദുർബലമായ ഹദീസുകൾ കൊണ്ട്, ദുർബലമായ ഉദ്ധരണികൾ കൊണ്ട്, അതുമല്ല എങ്കിൽ സ്വഹീഹാണ്, പക്ഷേ ഇവരുടെ വക എന്ത് ചെയ്യും? ചില വ്യാഖ്യാനങ്ങൾ ഇവർ കൂട്ടിച്ചേർക്കും. അതുകൊണ്ട് തന്നെ കുല്ലു ഫഹ്മിൻ ഫീ നുസൂസിൽ അഖാഇദി മുഖാലിഫുൻ ലിഫഹ്മി സലഫി ഫഹുവ ബിദ്അ. സലഫിൻ്റെ മനസ്സിലാക്കലുകൾക്ക് എതിരായ എല്ലാ കാര്യങ്ങളും ബിദ്അത്താണ്. സലഫുകൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കാതെ അതിന് നേർ വിപരീതമായി ചെയ്തു കഴിഞ്ഞാൽ അതെന്തായി മാറും? ബിദ്അത്തിൻ്റെ ഗണത്തിലാണ് അത് ഉൾപ്പെടുക. അതുകൊണ്ട് എല്ലാ പ്രവർത്തനവും എല്ലാ സംസാരവും സ്വഹാബാക്കൾ മനസ്സിലാക്കാത്ത രൂപത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ അത് ബാത്തിലാണ്, അത് ബിദ്അത്താണ്. അതുകൊണ്ടാണ് നമ്മൾ അൽ ഇഹ്തിഫാൽ ബിമൗലിദിൻ നബി, നബിയുടെ മൗലിദുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ച് ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു സ്വഹാബി ചെയ്തിട്ടുണ്ടോ? കാരണം ഉത്തമരായ നൂറ്റാണ്ടിലെ ആളുകളാണ് സ്വഹാബാക്കൾ. ഖുർആൻ നേരിട്ട് റസൂലിൽ നിന്ന് പഠിച്ച ആളുകളാണ്. അവരാണ് എന്ത് ചെയ്യേണ്ടത്? ഖുർആൻ തഫ്സീർ ചെയ്യേണ്ടത്. അവരാണ് ജീവിച്ച് കാണിക്കേണ്ടത്. അവരെന്ത് ചെയ്തിട്ടില്ല? ജീവിച്ച് കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റൂല? അത് ചെയ്യാൻ പറ്റൂല എന്നാണ്. ഇവിടെ നമ്മൾ അൽ ഇഹ്തിഫാൽ ബിൽ മൗലിദ് നമ്മൾ പറഞ്ഞത് ബിദ്അത്തുൻ മുക്കഫിറ എന്നോ ബിദ്അത്തുൻ മുഫസ്സിഖ എന്നോ ഏതിലേക്കാണ് നമ്മൾ ചേർത്തത്? മുഫസ്സിഖയിലേക്കാണ്. അത് നമ്മൾ എന്തുകൊണ്ട് മുഫസ്സിഖയിലേക്ക് ചേർത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ അത് പുറമെ നിന്ന് നോക്കുമ്പോൾ ഏതാണത്? മുഫസ്സിഖയിലാണ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുക. എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലോ മുക്കഫിറയും അതിലുണ്ട് എന്നുകൂടി എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന അവർ പാരായണം ചെയ്യുന്ന ചില മൗലിദുകളിലൊക്കെ ഷിർക്കിൻ്റെ വരികൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അസ്ലൻ അടിസ്ഥാനപരമായി എന്താണ് ഹുക്മെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ മുഫസ്സിഖയിലേക്ക് ചേർക്കാൻ പറ്റുള്ളൂ. എന്നാൽ അതിലേക്ക് പിന്നീട് ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് വരുന്നു എന്നതുകൊണ്ട് എവിടേക്കും ചേർക്കേണ്ടി വരും? മുക്കഫിറയിലേക്കും ആ ബിദ്അത്തിനെ
ഉൾപ്പെടുത്തേണ്ടി വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ബിദ്അത്തിന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിച്ചിട്ടും നബി എന്ത് ചെയ്യുന്നില്ല. നബിക്ക് ചെയ്യാൻ എന്തുണ്ട്? പറ്റും, ചെയ്യാൻ അവസരമുണ്ട്, അതോടൊപ്പം തടസ്സവുമില്ല. നബിക്ക് ചെയ്യാൻ അവസരമുണ്ട്, തടസ്സവുമില്ല. അങ്ങനെയുള്ള ഒരു കാര്യം നബി ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അതിനെയാണ് അസുന്നത്തു തർക്കിയ എന്ന് പറയും. അസുന്ന അത്തർക്കിയ. ഇപ്പോൾ ഉദാഹരണത്തിന് മൗലിദിന്റെ വിഷയം എടുക്കാം. മൗലിദ് നബിക്ക് കഴിക്കാമായിരുന്നല്ലോ, നബിക്ക് എന്ത് ചെയ്യാം? മൗലിദ് ആചരിക്കാമായിരുന്നു. പക്ഷേ നബി മൗലിദ് ആചരിച്ചിട്ടില്ല. നബിക്ക് മൗലിദ് ആചരിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? തടസ്സവുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം പിൽക്കാലക്കാരുണ്ടാക്കി കഴിഞ്ഞാൽ അത് ഏത് ഗണത്തിലാണ് ഉൾപ്പെടുക? ബിദ്അത്തിന്റെ ഗണത്തിലാണ് ഉൾപ്പെടുക എന്നുള്ളതാണ്. എന്നാൽ ഇതേ ഉദ്ധരണി നമ്മൾ ഏതിലേക്ക് എടുത്തു നോക്കുക? തറാവീഹിന്റെ വിഷയത്തിൽ എടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തറാവീഹ് ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് ദിവസമേ നിസ്കരിച്ചിട്ടുള്ളൂ. അവിടെ നബിക്ക് നിസ്കരിക്കാൻ അവസരമുണ്ടോ? അവസരമുണ്ട്. പക്ഷേ നബിക്ക് തടസ്സമുണ്ടോ നിസ്കരിക്കുന്നതിൽ? തടസ്സം ഉണ്ടായിരുന്നു എന്നാണ്. നബിക്ക് തടസ്സം ഉണ്ടായിരുന്നു. എന്തായിരുന്നു നബിക്കുള്ള തടസ്സം? അത് വാജിബാകുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു എന്നാണ്. അപ്പം അവിടെ എന്തുണ്ട്? ഒരു തടസ്സമുണ്ട്. എന്നിട്ട് ആ തടസ്സം കാരണത്താലാണ് എന്ത് ചെയ്തത്? നബി അത് ചെയ്യാതിരുന്നത്. പിന്നീട് ആ തടസ്സം നീങ്ങി. ആരുടെ കാലത്തെത്തിയപ്പോൾ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലെത്തിയപ്പോൾ. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെയാണെങ്കിൽ ചെയ്യാം. അതല്ലാതെ നബിക്ക് ചെയ്യാൻ സാധിച്ചു, നബിക്ക് യാതൊരു തടസ്സവുമില്ല, എന്നിട്ടും നബി ഒഴിവാക്കുകയാണെങ്കിൽ നമ്മളും അതെന്ത് ചെയ്യണം? ഒഴിവാക്കണം എന്നുള്ളതാണ്. നമ്മളും അത് ഒഴിവാക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഇതാണ് ബിദ്അത്തിന്റെ ഒരു മാനദണ്ഡമായി മനസ്സിലാക്കേണ്ടത്. നബിക്ക് ചെയ്യാൻ അവസരമുണ്ട്, തടസ്സമില്ല, എന്നിട്ടും എന്ത് ചെയ്തിട്ടില്ല? നബി ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഇതൊക്കെ പറയുമ്പോൾ ചില സാധാരണക്കാർ, ചില യുവാക്കൾ പറയുന്നുണ്ട്, ഒക്കെ നാട്ടിൽ നടക്കുന്ന ആചാരമാണ്, നമ്മളെന്ത് ചെയ്യുന്നു? അതിൻ്റെ കൂടെ ഇങ്ങനെ കൂടിക്കൊടുക്കുകയാണ്. ഒരു ഫെസ്റ്റിവൽ അല്ലേ എന്ന രൂപത്തിലാണ് ചില ആൾക്കാർ സംസാരിക്കുക. അപ്പം നമ്മളും വിചാരിക്കും ശരിയാണല്ലോ, ഒരു ഫെസ്റ്റിവൽ ആണല്ലോ, അതോരിങ്ങനെ ആ രൂപത്തിലല്ലേ ആചരിക്കുന്നത്, ആചരിച്ചോട്ടെ എന്നും ചിലപ്പോൾ നമുക്ക് തോന്നും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഉസൂല് എന്നത്. ആചാരങ്ങൾ ശറഇന് മുഖാലിഫായാൽ അതും പറ്റൂല. ആചാരങ്ങൾ ശറഇന് മുഖാലിഫാക്കാൻ പറ്റുമോ? ഇല്ല. നാട്ടിൽ പുതിയ പുതിയ ആചാരങ്ങൾ വരുന്നു. ആ ആചാരങ്ങൾ ശറഇൻ മുഖാലിഫായി കഴിഞ്ഞാൽ അതും പാടില്ല എന്നുള്ളതാണ്. ആചാരങ്ങൾ ദീനിന് എന്ത് ചെയ്യാൻ പാടില്ല? എതിരാകാൻ പാടില്ല. അൽ ആദത്തു മുഹക്കമ. അപ്പം ഈ ആചാരം അത് നമ്മുടെ മുമ്പ് ഇങ്ങനെ ആചാരമായി പോവുകയാണ് എന്ന് പറയുന്ന വാദം ശരിക്കും മുശ്രിക്കീങ്ങളുടെ വാദമാണ്. സൂറത്തു സുഖ്റുഫിൽ പറയുന്നത് ഇന്നാ വജദ്നാ ആബാഅനാ അലാ ഉമ്മ വ ഇന്നാ അലാ ആസാരിഹിം മുഖ്തദൂൻ. മുമ്പ് കഴിഞ്ഞു പോയ ആളുകളെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ പിൻപറ്റാണ് എന്നാണ് ആര് പറയുന്നത്? മുശ്രിക്കീങ്ങൾ പറയുന്നത്. അങ്ങനെ പിൻപറ്റാൻ പറ്റുമോ? ദീനിനെതിരാകുകയാണെങ്കിൽ ഇല്ല, അങ്ങനെ പിൻപറ്റാൻ പറ്റൂല. അപ്പം അവരോട് പറയേണ്ട ഒരു കാര്യമാണെന്ത്? ആദാത്തുകൾ എന്ത് ചെയ്യാൻ പാടില്ല? ദീനിനെതിരാകാൻ പാടില്ല. ഈ പറയുന്നത് നിങ്ങൾ ആദാത്താണ്, ആചാരമാണ് എന്ന് പറഞ്ഞാൽ പോലും എന്താണ്? ഇത് ദീനിന് എന്ത് ചെയ്യുന്നുണ്ട്? എതിരാകുന്നുണ്ട് എന്നെന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു കൊടുക്കണം. മറ്റൊന്ന്, നമ്മൾ സാധാരണ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു വലിയ അടിസ്ഥാനമാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഈ ബിദ്അത്തിന്റെ ചിന്തകൾ എത്തിപ്പെട്ട സാധാരണക്കാർക്ക് വളരെ സരളമായി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ദീനായിട്ടുള്ളത്? അത് തന്നെയാണെന്ത്? നമുക്കും ദീന് എന്നത്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അന്ന് എന്താണോ ദീന് അത് തന്നെയാണ് ഇന്നും ദീന്. അത് ഉസൂലാണ്. അന്ന് ദീനായതേ ഇന്നും ദീന് എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇനി മത്തനിൻ്റെ അടുത്ത ഭാഗമാണ് വതർക്കുൽ ഹുസൂമാത്ത്. തർക്കങ്ങൾ എന്ത് ചെയ്യാം? ഒഴിവാക്കുക. തർക്കങ്ങൾ ഒഴിവാക്കുക. അത് അഹ്ലുസുന്നയുടെ ഉസൂലിൽപ്പെട്ട വിഷയമാണ്. അഖീദയുടെ വിഷയത്തിൽ, വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ എന്തു പാടില്ല? തർക്കങ്ങൾ പാടില്ല, സംവാദങ്ങൾ പാടില്ല എന്നതാണ് അസ്ല്, അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് ആയത്തുകൾ ഈ വിഷയത്തിലുണ്ട്. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫ. മനുഷ്യൻ അവനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അവനെ നാം സൃഷ്ടിച്ചത് നുത്ഫയിൽ നിന്നാണ്.
ഫഇദാ ഹുവ ഖസീമും മുബീൻ, എന്നിട്ട് അവൻ വലിയ തർക്കക്കാരനായി മാറിയിരിക്കുകയാണ് എന്നാണ്. അപ്പം തർക്കത്തെ നിരുത്സാഹപ്പെടുത്തുകയാണ് ആ ആയത്തിൽ ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, മാ ضل قوم بعد هدى كانوا عليه إلا أوتوا الجدل. ഒരു സമൂഹം നശിച്ചിട്ടില്ല എന്തിനു ശേഷം? സന്മാർഗം ലഭിച്ചതിന് ശേഷം ഏതൊക്കെ സമൂഹം നശിച്ചിട്ടുണ്ടോ അവരെല്ലാം നശിച്ചതിനുള്ള കാരണം തർക്കാണ്. തർക്കിക്കുക എന്നുള്ളതാണ് ഒരു സമൂഹം തന്നെ നശിക്കാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ സലഫുകൾ ഏറ്റവും കൂടുതൽ വെറുത്ത ഒരു വിഷയമാണെന്ത്? തർക്കമെന്നത്. ഈ വിഷയത്തിൽ സലഫുകൾക്കിടയിൽ ഖിലാഫില്ല. തർക്കിക്കാൻ പാടില്ല എന്ന വിഷയത്തിൽ സലഫുകൾക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ഇന്ന് ഓൺലൈനുകളിലൊക്കെ നടക്കുന്ന എന്താ? ഫുള്ള് തർക്കങ്ങളാണ്. തർക്കങ്ങളാണ് നടക്കുക. പ്രത്യേകിച്ചും തൗഹീദൊക്കെ മനസ്സിലാക്കി ആദ്യത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളാണ് എന്ത് ചെയ്യുക? ഇതിലുണ്ടാകുക. എല്ലാ തർക്കത്തിൻ്റെ ഗ്രൂപ്പിലും ഓനുണ്ടാകും, എല്ലാത്തിലും ഓൻ്റെ വോയിസ് ഉണ്ടാകും. ഓൻക്ക് എന്താ പണി? ഓൻ തൗഹീദ് മനസ്സിലാക്കിയിട്ടുണ്ടാകും, എന്നിട്ട് എന്ത് ചെയ്യുക? എല്ലാ ഗ്രൂപ്പ് കയറിയും ഓൻ തർക്കിക്കലാണ്. എല്ലാ ആളുകളോടും എന്ത് ചെയ്യും? തർക്കിക്കും. ഇതെന്തല്ല അഹ്ലുസുന്നയുടെ ഉസൂലിൽപ്പെട്ടതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദീന് സംരക്ഷിക്കുക എന്നുള്ളതാണ് എന്ത്? ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. തർക്കത്തിലൂടെ എന്താ ഉണ്ടാകുക? നമ്മുടെ ദീന് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൻ അക്സറൽ ഹുസൂമത അക്സറത് തനക്കുൽ. മൻ അക്സറൽ ഹുസൂമത അക്സറത് തനക്കുൽ. ആർക്കെങ്കിലും തർക്കങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യും? അവൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ നാട്ടിലെ ചില പ്രബോധകന്മാരുടെ അവസ്ഥയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആദ്യം അവൻ സമസ്തയായിരിക്കും, അങ്ങനെ അവന് തൗഹീദൊക്കെ മനസ്സിലാക്കും. അങ്ങനെ തൗഹീദ് മനസ്സിലാക്കുന്നതിന് മുമ്പ് എടുത്തു വെക്കുക, അവൻ സമസ്തക്കാരനാണ്. തർക്കിച്ച് എവിടേക്കെത്തി? തബ്ലീഗുകാരനിലേക്ക് എത്തി. അങ്ങനെ തർക്കിച്ച് പിന്നെ സലഫികളിലേക്ക് എത്തി. പിന്നെ തർക്കിച്ച് ഇഖ്വാനിയായി മാറി. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. തർക്കിക്കുന്ന ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നിലനിൽപ്പുണ്ടാകില്ല. ഇന്ന് ഈ ടീമിലാണെങ്കിൽ അടുത്ത ഓൻ ഏത് ടീമിലാണ്? വേറെ ഏതെങ്കിലും ടീമിലായിരിക്കും. അപ്പം തർക്കിച്ചു കഴിഞ്ഞാൽ ഒരു നിലനിൽപ്പുണ്ടാകില്ല. നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യും? വേറെ വിഭാഗത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തർക്കിക്കാൻ പാടില്ല എന്നതാണ് അസ്ല്. നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹു എന്താണോ പറഞ്ഞത് അതിന് കീഴൊതുങ്ങുക. അള്ളാഹു പറഞ്ഞതിന് കീഴൊതുങ്ങി അതിൽ ജീവിക്കുക എന്നുള്ളതാണ്. റാസി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം തർക്കത്തിൻ്റെ ആളായിരുന്നു എന്നാണ്. പല വിഷയങ്ങളിലും അദ്ദേഹം തർക്കിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യം മുഅ്തസിലിയായിരുന്നു, പിന്നെ അദ്ദേഹം അശ്അരിയായി. അദ്ദേഹം സാഹിറുകൾക്ക് വേണ്ടിയിട്ട് ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ കാലഘട്ടവും ഓരോ വിഭാഗത്തിൻ്റെ കൂടെയാണ്. അവസാനം എന്ത് ചെയ്യും? അഹ്ലുസുന്നയിലേക്ക് അദ്ദേഹം മടങ്ങും. അതുകൊണ്ടാണ് പറയുന്നത് തർക്കങ്ങൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്, പ്രത്യേകിച്ചും നമ്മുടെ ഈ കാലഘട്ടത്തിൽ. കാരണം കുറച്ചൊക്കെ പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഞാനൊക്കെ തികഞ്ഞു എന്ന നിലക്ക് എന്ത് ചെയ്യാണ്? നേരെ പോയി തർക്കത്തിലേക്ക് കയറുക. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് സംശയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. തർക്കിക്കുന്ന ആളുകൾ മനസ്സിലാക്കിക്കോ, യഖീൻ ഉണ്ടാവില്ല. ദീനിൻ്റെ വിഷയത്തിൽ നമുക്ക് എന്തുണ്ടാകില്ല? ഒരു ദൃഢമായ നിശ്ചയമോ ദൃഢമായ തീരുമാനങ്ങളോ ഉണ്ടാകില്ല. നമുക്കൊരു കാര്യം പറയുമ്പോൾ പോലും ചില സംശയങ്ങൾ എന്ത് ചെയ്യും? അവിടെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മളെപ്പോഴും ഹൃദയം സലീമായിരിക്കണം. അള്ളാഹു എന്താണോ പറഞ്ഞത് ആ വിഷയത്തിൽ നമുക്കൊരു സംശയവും ഉണ്ടാകാൻ പാടില്ല. അവിടെയാണ് സലഫുകളെ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ സൂക്ഷ്മത എന്ത് ചെയ്തിരുന്നു? സലഫ് ഈ വിഷയത്തിൽ പുലർത്തിയിരുന്നു എന്നാണ്. ചില ബിദഈ കക്ഷികൾ വന്നിട്ട് പറയുന്നാണ്, ജാദിൽനി, എന്നോട് തർക്കിക്കുന്നു പറയുന്നാണ്. വലൗ ബികലിമ, ഒരു കെലിമത്ത് കൊണ്ടെങ്കിലും, അതല്ലെങ്കിൽ വല നിസ്ഫു കെലിമ. അപ്പോൾ അവർ സലഫുകൾ തിരിച്ചു പറയുന്നതാണ്, ല, തർക്കിക്കൂല, വല നിസ്ഫു കെലിമ, ഒരു പകുതി കലാമ് കൊണ്ടെങ്കിൽ പോലും, സംസാരം കൊണ്ടെങ്കിൽ പോലും ഞങ്ങൾ എന്ത് ചെയ്യൂല? തർക്കിക്കുകയില്ല എന്ന് സലഫുകൾ തിരിച്ചു പറയുന്ന. എന്തുകൊണ്ടാണത്? സലഫുകൾക്ക് എന്തല്ല തിരിച്ചു മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല, അതല്ലെങ്കിൽ അവരിൽ നിന്ന് പേടിച്ചോടുന്നത് കൊണ്ടല്ല, മറിച്ച് നമ്മൾ നമ്മുടെ ഈമാനിനെ അപകടത്തിലാക്കുകയാണ് എന്ത് ചെയ്യുന്നത്? അതിലൂടെ ചെയ്യുന്നത് എന്നാണ്. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇങ്ങനെയും ഇമാമീങ്ങൾ ദീനിൻ്റെ വിഷയത്തിൽ ഇത്രയും പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലും തോന്നും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയും മറ്റുള്ള സലഫുകളും വെറുത്ത ഒരു വിഷയമാണ്. അതായത് ഒരേ പുസ്തകത്തിൽ എന്ത് ചെയ്യുക? ശുബഹത്തുകൾ, സംശയങ്ങളും കൊടുക്കും, അതിൻ്റെ
ഉത്തരങ്ങളും കൊടുക്കും. അത് വെറുത്തിരുന്നു എന്നാണ് ആര്? സലഫുകൾ. സംശയങ്ങളും കൊടുക്കും, അതിനുള്ള ഉത്തരങ്ങളും കൊടുക്കുക എന്നുള്ളത് വെറുത്തിരുന്നു എന്നാണ്. എന്തുകൊണ്ട്? ചിലപ്പോൾ അവനക്ക് സംശയം മനസ്സിലാവും, എന്ത് തിരിയൂല, അതിനുള്ള ഉത്തരം അവന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? അത് കാരണത്താൽ അവൻ ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകും. അതല്ലെങ്കിലോ ചിലപ്പോൾ ഉത്തരത്തെന്ത് ചെയ്യും? പുസ്തകപ്പുഴു. അങ്ങനെ പുസ്തകം തിന്നിട്ട് ഉത്തരം തിന്നുന്ന അവസ്ഥ ഉണ്ടാകും. അവസാനം എന്ത് ബാക്കിയാകും? ചിലപ്പോൾ സംശയം ബാക്കിയാകും. അതാരെങ്കിലും വായിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അത് പേടിച്ചിട്ട് എന്ത് ചെയ്തിരുന്നു? മുജാദല, സംവാദങ്ങളും മറ്റുമൊക്കെ ഒഴിവാക്കണമെന്ന് സലഫുകൾ പറഞ്ഞിരുന്നു എന്നാണ്. അതുകൊണ്ട് അഹ്ലുൽ ബിദ്അന്റെ ഏറ്റവും വലിയ അടയാളത്തിൽപ്പെട്ടതാണ് തർക്കങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? അവർ നിലകൊള്ളുക എന്നാണ്. അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർത്താനം എന്ത് ചെയ്യാം? എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ വിഷയത്തിൽ നമുക്ക് മുനാദറ നടത്താം, നമുക്ക് ഈ വിഷയത്തിൽ തർക്കം നടത്താം, സംവാദങ്ങൾ നടത്താം എന്ന് അവർ പറയുന്നതാണ്. അഹ്ലുസുന്നയിലെ ഇമാമിങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ വളരെ വലിയ സൂക്ഷ്മതയും കണിശതയും എന്ത് ചെയ്തിരുന്നു? പുലർത്തിയിരുന്നു എന്നാണ്. എന്തിനേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കൾക്കിടയിൽ തർക്കത്തിൻ്റെ രൂപത്തിൽ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിരുന്നു എന്നാണ്. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറ്റൊരു സഹാബിയിൽ നിന്ന് സൂറത്തുൽ ഫുർഖാൻ പാരായണം ചെയ്യുന്നത് കേൾക്കുകയാണ്. അപ്പോൾ ആ വ്യക്തി പാരായണം ചെയ്തത് വേറെ രൂപത്തിലാണ്, വേറെ ഖിറാഅത്തിലാണ് എന്ത് ചെയ്തത്? പാരായണം ചെയ്തത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കോളർ പിടിച്ചിട്ട് എന്ത് ചെയ്തു? നേരെ റസൂലിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി എന്നാണ്. എന്നിട്ട് റസൂലിനോട് പറഞ്ഞു, ഇന്നി സമിഅതു ഹാദാ യഖറഉ അലാ ഗൈരി മാ അഖറഅതനിഹാ. റസൂലെ, താങ്കൾ എങ്ങനെയാണോ എനിക്ക് ഓതി തന്നത് അതുപോലെയല്ല ഈ പറയുന്ന ഹിഷാം ഇബ്നു ഹക്കീം ഇബ്നു ഹിസാം എന്ന സ്വഹാബി പാരായണം ചെയ്തത് എന്ന് പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർസിൽഹു, അദ്ദേഹത്തെ നീ ആദ്യം വിട്, എന്നിട്ട് ഇഖ്റ, അദ്ദേഹത്തോട് പാരായണം ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം പാരായണം ചെയ്തപ്പോൾ നബി പറഞ്ഞു, ഹാ കഥ ഉൻസിലത്ത്, ഇങ്ങനെയും എന്ത് ചെയ്തിട്ടുണ്ട്? വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന. അവിടെയാണ് പറഞ്ഞു കൊടുക്കുക, ഇന്നൽ ഖുർആന ഉൻസില അലാ സബ്അതി അഹ്റുഫ്, 7 ഹർഫുകളിൽ ശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. ഫഖറഉ മിൻഹു മാ തയസ്സർ, നിങ്ങൾക്ക് എന്താണ് എളുപ്പമാകുന്നത് ആ രൂപത്തിൽ എന്ത് ചെയ്യാം? നിങ്ങൾ ഓതിക്കൊള്ളുക എന്ന് പറഞ്ഞു കൊടുത്തു. മറ്റൊരു ഹദീസിലുള്ളത്, ഇന്നമാ ഹലക മൻ കാന ഖബ്ലകും ഹീന തനാസഉ ഫീ ഹാദൽ അംർ അസംതു അലൈക്കും അല്ലാ തതനാസഉ ഫീഹി. നിങ്ങൾ ഇത്തരത്തിൽ നശിച്ചു പോകാൻ, മുൻകാലക്കാർ നശിച്ചു പോകാനുള്ള കാരണം തർക്കമായിരുന്നു എന്നെന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടായിരുന്നു സ്വഹാബാക്കളുടെ വിഷയം നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ വിശുദ്ധ ഖുർആനിൻ്റെ ജംഅ് ചെയ്യുന്ന വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒറ്റ ഖിറാഅത്തിലേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ അവിടെ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്? ശബ്ദം ഉണ്ടാക്കിയിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. ശബ്ദം ഉണ്ടാക്കി വരികയാണ്. എന്നിട്ട് പറയാണ്, അദ്രിക്കിന്നാസ്, ജനങ്ങൾ എന്ത് ചെയ്യണം? പിടിച്ചു വെക്കണം. ഹത്താ ലാ യഹ്ലികൂ, അവർ അല്ലെങ്കിൽ നശിച്ചു പോകും. എങ്ങനെ? കമാ ഹലക മൻ ഖബ്ലഹും, അവരുടെ മുമ്പുള്ള ആളുകൾ നശിച്ചതുപോലെ ജനങ്ങൾ നശിക്കും, അതുകൊണ്ട് ജനങ്ങൾ പിടിച്ചോ എന്ന് പറയും. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിക്കും, എന്താണ് കാരണം എന്ന് ചോദിക്കും. അപ്പോൾ പറയും, കുല്ലുൻ യഖറഉ ബിഖിറാഅതിഹി വയുഖാസിമുൽ ആഖർ, എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നു, എന്നിട്ട് മറ്റുള്ളവരോട് എന്ത് ചെയ്യുക? തർക്കിക്കുക, മറ്റുള്ള ആളുകളോട് തർക്കിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു മുസ്ഹഫ് വാങ്ങുകയും അത് എഴുതുകയും അത് എല്ലാ പട്ടണത്തിലേക്ക് അയച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള മുസ്ഹഫൊക്കെ എന്ത് ചെയ്യാൻ പറയും? ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശം കൊടുക്കുന്ന. എന്തിനു വേണ്ടിയിട്ടാണത്? അത് എല്ലാ ആളുകളും എന്ത് ചെയ്യണം? ആ ഖുർആനിൽ ഒരുമിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് എന്തായി മാറിയത്? എല്ലാ ഖുർആനിൻ്റെ വിഷയത്തിലും, അതായത് വതിൽകൽ ഖിറാഅത്തുൽ അശറ വസ്സബ്അ വസ്സലാസ അശറ കുല്ലുഹാ ഫി ഹർഫിൻ വാഹിദ് വഅമ്മാ ബഖിയത്തുൽ അഹ്റുഫ് ഫഖദ് നുസിഖത്. ഖുർആൻ ഇറങ്ങിയത് 7 ഹർഫുകളിലാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അന്ന് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ 7 അഹ്റുഫുകൾ എന്തുണ്ട്? നിലനിൽപ്പുണ്ട്. എല്ലാ ആളുകളും അവർക്ക് ഇഷ്ടമുള്ളത് ഓതുന്നു. അങ്ങനെ എന്ത് ചെയ്യാണ്? ഉസ്മാൻ റളിയല്ലാഹു ഒറ്റ അഹ്റുഫിലേക്ക് എന്ത് ചെയ്യാണ്? കൊണ്ടുവരാണ്. ബാക്കിയുള്ള 6 അഹ്റുഫും എന്ത് ചെയ്തു? നസ്ഖ് ചെയ്യപ്പെട്ടു. ഈ ഒറ്റ അഹ്റുഫിലുള്ളതാണ് എന്ത്? ഈ പറയുന്ന അശർ ഖിറാഅത്തും അതല്ലെങ്കിൽ സബഅ ഖിറാഅത്തും ഒക്കെ ഏതിലാണ്? ഒറ്റ അഹ്റുഫിലുള്ളതാണ്. ബാക്കി 6 അഹ്റുഫുകളും നസ്ഖ് ചെയ്യപ്പെട്ടു എന്നാണ്. അപ്പോൾ അതിനുള്ള കാരണം ഉമ്മത്തിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, തർക്കങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ തർക്കങ്ങൾ ഒഴിവാക്കണം എന്നതിന് സലഫുകൾ അതീവ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന ഉദ്ധരണികളാണ്. അതേപോലെ തന്നെ
തർക്കത്തെക്കുറിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നത് മാ യുജാദിലു ഫി ആയാതില്ലാഹി ഇല്ലല്ലദീന കഫറൂ. അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ തർക്കിക്കുക ആര് മാത്രമാണ്? ഇല്ലല്ലദീന കഫറൂ, അവിശ്വസിച്ചവർ മാത്രമാണ് അള്ളാഹിൻ്റെ ആയത്തുകളുടെ വിഷയത്തിൽ തർക്കിക്കുക എന്നാണ്. അല്ലാത്ത ആളുകൾ ആരും തന്നെ തർക്കിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. തർക്കത്തിൻ്റെ വിഷയത്തിൽ സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവമുണ്ട്. ഇബ്നു സീരീൻ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നതാണ്, നമുക്കെന്ത് ചെയ്യാം, ദീനിൻ്റെ വിഷയത്തിൽ ഒരു സംശയം എനിക്കുണ്ട്, ഞാനൊരു ആയത്ത് നിങ്ങൾക്ക് ഓതിത്തരാം, നിങ്ങളെന്ത് ചെയ്യണം, അത് കേൾക്കണം എന്ന് പറയുന്നതാണ്. ഇബ്നു സീരീൻ ചെവി പൊത്തുന്നതാണ്. ഇബ്നു സീരീൻ അന്ന് ജീവിക്കുന്ന ഉലമാക്കളിലെ പർവ്വത സമാനമായ അറിവിൻ്റെ ഉടമയാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം ചെവി പൊത്തിന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഒറ്റ ആയത്തെ ഞാൻ ഓതുള്ളൂ, അതിൻ്റെ അപ്പുറമൊന്നും ഞാൻ എന്ത് ചെയ്യൂല, ഓതൂല എന്ന് പറഞ്ഞു എന്നാണ്. ഇബ്നു സീരീൻ കേട്ടതേ ഇല്ല എന്നാണ്. വീണ്ടും അദ്ദേഹം ആവർത്തിച്ചപ്പോൾ എന്ത് ചെയ്തു, ഇബ്നു സീരീൻ അദ്ദേഹത്തിൻ്റെ വസ്ത്രം എടുത്തുകൊണ്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ മുഖം മൊത്തം എന്ത് ചെയ്തു, മറച്ചു എന്നാണ്. മുഖം മൊത്തം മറച്ചു. എന്തിനു വേണ്ടി? ഇദ്ദേഹം ഓതുന്ന ആയത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടി. ഇദ്ദേഹം ആയത്ത് ഓതിയിട്ട് ഇദ്ദേഹം പറയുന്ന അർത്ഥം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇബ്നു സീരീൻ എന്നിട്ട് ഇബ്നു സീരീൻ്റെ അടുക്കൽ നിന്ന് ആ ബിദഈയായ വ്യക്തി പോയപ്പോൾ അടുക്കലുള്ള മറ്റു അഹ്ലുസുന്നയിലെ ആളുകൾ ഇബ്നു സീരീനോട് ചോദിച്ചു എന്നാണ്, അല്ല ഒരായത്തല്ലേ താങ്കൾക്ക് കേൾക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു സീരീൻ റഹിമഹുല്ല കൊടുത്ത മറുപടി, ആ ആയത്ത് ഞാൻ കേട്ടിട്ട് ഞാൻ പാരായണം ചെയ്യുമ്പോൾ എനിക്കെന്താ ഓർമ്മ വരിക, ആ ബിദഈ പറഞ്ഞ വ്യാഖ്യാനമാണ് എനിക്ക് ആ ആയത്ത് ഓതുമ്പോൾ ഓർമ്മ വരിക എന്നാണ്. ഞാൻ എന്തിനാണ് ആ സംശയത്തിന് നിൽക്കേണ്ടത് എന്നാണ് എന്ത് ചെയ്തത്, തിരിച്ചു ചോദിച്ചത് എന്നാണ്. അപ്പം അത്രയും പ്രാധാന്യം ഈ വിഷയത്തിനുണ്ട്. ഈ കാലഘട്ടത്തിലേക്ക് ഈ പറയുന്ന ഉദ്ധരണികളെ നമ്മൾ ചേർത്ത് വായിക്കണം. ഒരുപാട് ആളുകൾ നിരീശ്വരവാദികളുടെ സംസാരങ്ങൾ എന്ത് ചെയ്യാണ്, മറുപടി കൊടുക്കാൻ എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് എങ്കിൽ വല്ലാഹി സുമ്മ വല്ലാഹി ഖത്തറുൻ അലീം, വളരെ അപകടമാണ്, വളരെ അപകടം പിടിച്ച വിഷയമാണ്. നമ്മുടെ ഈമാൻ കുറയുകയും ആ കുറയുന്ന സന്ദർഭത്തിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് ആ സംശയം വരികയും ചെയ്താൽ നമ്മൾ കുഫ്റിലേക്കാണ് എന്ത് ചെയ്യുക, എത്തിപ്പെടുക. നമ്മൾ കുഫ്റിലേക്കാണ് എത്തിപ്പെടുക. അതുകൊണ്ട് വളരെ വലിയ സൂക്ഷ്മത ആ വിഷയത്തിനുണ്ടാകണം. മുജാദല നടത്തുമ്പോൾ പോലും, പരസ്പരം ഇങ്ങനെയുള്ള സംവാദങ്ങൾ നടത്തുമ്പോൾ പോലും സലഫി ഉലമാക്കൾ പറയുന്നത് പുറത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, വിടാൻ പാടില്ല എന്നാണ്. ആമത്തുന്നാസിന് എന്ത് ചെയ്യാൻ പാടില്ല, ഇത് കിട്ടാൻ പാടില്ല. കാരണം ആമത്തുന്നാസിന് കിട്ടിയാൽ എന്താ ഉണ്ടാകുക, ഒരിത് കേൾക്കും, കേട്ട് കഴിഞ്ഞാൽ ഓരോ മനസ്സിൽ എന്തുണ്ടാകും, ഈ ശുബഹത്തുണ്ടാകും. ആ ശുബഹത്ത് പിന്നെന്ത് ചെയ്യും, ഇങ്ങനെ വളർന്നു വന്ന് അവസാനം ദീന് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പം അൽ-ലറൂറാത്തുൽ ഖംസ്, നിർബന്ധമായും നമ്മൾ സംരക്ഷിക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. ആ 5 കാര്യങ്ങളിൽ ഒന്നാമത്തേതാണ് എന്ത്, ഹിഫാലത്തുദ്ദീൻ, ദീനിനെ സംരക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തർക്കം ഒഴിവാക്കണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അവൻ്റെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ദീൻ എന്തെയും നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് അത്തരത്തിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇടപെടുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധ ഇത്തരം വിഷയത്തിൽ പുലർത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാകണം. അതല്ല എങ്കിൽ നമ്മുടെ ഈമാനിനെന്തെയും അത് ബാധിക്കുന്നതാണ് തിരിച്ചറിയേണ്ടത്. എന്നാൽ അതേ സമയത്ത് വിശുദ്ധ ഖുർആനിൽ തർക്കത്തെക്കുറിച്ച് പറയുന്നിടത്ത് എന്തും പറഞ്ഞിട്ടുണ്ട്, വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിൽ തർക്കിക്കണമെന്നും എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താ, നിർബന്ധ സാഹചര്യത്തിൽ എന്ത് ചെയ്യാം, തർക്കത്തിന് വേണ്ടി നിലകൊള്ളാം. അതല്ലാത്തടത്തോളം കാലം എന്ത് ചെയ്യാൻ പറ്റൂല, തർക്കത്തിന് വേണ്ടി നിലകൊള്ളാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പം അസ്ല് പാടില്ല എന്നതാണ്. എന്നാൽ ആ അസ്ല് ഹുക്കുമിൽ നിന്നെന്ത് ചെയ്യും, ചില സന്ദർഭം, സാഹചര്യം, നാടിൻ്റെ അവസ്ഥ, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യും, അസ്ല് ഹുക്കുമ് മാറും. മാറിക്കഴിഞ്ഞാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് ഒരുപാട് ഷുറൂത്തുകളുണ്ട്. ആ ഷുറൂത്തുകൾ പാലിച്ചുകൊണ്ട് മാത്രമേ എന്ത് നടത്താൻ പാടുള്ളൂ, ഈ പറയുന്ന സംവാദങ്ങളും മറ്റുമൊക്കെ നടത്താൻ പാടുള്ളൂ എന്നാണ്. അതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല, നടത്താൻ പാടില്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ചരിത്രത്തിൽ നടന്ന സംവാദമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഖവാരിജുകളുമായി നടന്ന സംവാദം. ആ സംവാദത്തിന് വേണ്ടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുന്നത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയും മുഖാലിഫീങ്ങളും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച വഴിപിഴച്ചു പോയ ആളുകളുണ്ട്. അവരുമായിട്ട് ഒരുപാട് സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ സംവാദങ്ങളൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ പറയുന്ന സാഹചര്യങ്ങൾ അത് തേടിയിരുന്നു എന്നാണ്. അതുകൊണ്ട് അസ്ല് പാടില്ല എന്നതാണ്, സാഹചര്യങ്ങൾക്കനുസരിച്ച് തർക്കിക്കാം എന്നാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ജദൽ പാടില്ല എന്ന് പറയുമ്പോൾ അസ്ല് പാടില്ല,
പക്ഷേ എപ്പോൾ പാടും? അഹ്സനായ രൂപത്തിൽ എന്ത് ചെയ്യും? ജദല് പാടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇനി അടുത്തത് വത്തർക്കുൽ ഹുസൂമാതി വൽ ജുലൂസി മഅ അസ്ഹാബിൽ അഹ്വാ. ഹവയുടെ ആളുകളുടെ കൂടെ ഇരിക്കാൻ പാടില്ല എന്നാണ്. ഹവയുടെ ആളുകളുടെ കൂടെയുള്ള ഇരുത്തവും എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഹവയുടെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹേച്ഛയുടെ ആളുകളാണ്. അവരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? നമ്മളും ആ ദേഹേച്ഛ പിൻപറ്റുന്ന അവസ്ഥ ഉണ്ടാകും. നമ്മളും ആ തിന്മയിലേക്ക് എത്തിപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് എത്ര നല്ല വ്യക്തിയായാലും ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് മോശമായ സ്വഭാവമുണ്ട് എങ്കിൽ ആ സ്വഭാവം എന്ത് ചെയ്യും? നമ്മളിലേക്ക് നമ്മളറിയാതെ എത്തിപ്പെടും എന്നുള്ളതാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്, നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ഒരാളോടൊപ്പവും നടക്കാൻ സാധിക്കുന്നില്ല, ആരൊപ്പം നടന്നാലും ഷെറാണ് എങ്കിൽ എന്ത് ചെയ്യുക? ഒറ്റക്ക് നിൽക്കുക എന്നുള്ളതാണ്. അതായത് എല്ലാ ആളുകളുമായി ഇടപെട്ട് സഹവസിച്ച് ജീവിക്കണമെന്നാണ് എന്ത് ചെയ്യുന്നത്? പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. എന്നാൽ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഷെറാണ് കൂടുതലെങ്കിലോ ഓൻ എന്ത് ചെയ്താൽ മതി? ഇഅ്തസിലിന്നാസ്, ജനങ്ങളിൽ നിന്ന് ഒഴിവായി ഓൻ ഒറ്റക്ക് എന്ത് ചെയ്യട്ടെ? കഴിയട്ടെ എന്നാണ് പറയുന്നത്. അവനെന്ത് ചെയ്യണ്ട? അങ്ങനെ ജനങ്ങളുമായി വലിയ സമ്പർക്കമൊന്നും പുലർത്തണ്ട എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹവയുടെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഇരിക്കാതിരിക്കുകയാണ് വേണ്ടത്. സൂറത്തുൽ കഹ്ഫിലെ 28-ാമത്തെ ആയത്തിൽ പറയുന്നത് വസ്ബിർ നഫ്സക്, നിന്റെ നഫ്സിനെ എന്ത് ചെയ്യണം? ക്ഷമയോടുകൂടി പിടിച്ചു വെക്കണം. മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശിയ്യി യുരീദൂന വജ്ഹ, അല്ലാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് രാവിലെകളിലും വൈകുന്നേരങ്ങളിലും പ്രാർത്ഥിക്കുന്ന ആളുകളുടെ കൂടെ എന്ത് ചെയ്യണം? നീ നിലകൊള്ളണം എന്നാണ്. അവരുടെ കൂടെ നിന്റെ നഫ്സിനെ നീ ക്ഷമയോടുകൂടി പിടിച്ചു വെക്കണം. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിൻ്റെ അലങ്കൃതമായ അലങ്കാരമാക്കപ്പെട്ട അത്തരം വസ്തുക്കളിലേക്ക് നിന്റെ കണ്ണുകളെ നീ എന്ത് ചെയ്യരുത്? പായിപ്പിക്കരുത് എന്നും പറയുന്നുണ്ട്. വയൗമ യഅദ്ദു الظാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅ റസൂലി സബീല യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്നാലിന്ന വ്യക്തിയെ ഞാൻ സുഹൃത്താക്കിയില്ല എങ്കിൽ എന്ന് അവൻ പറയുന്ന അവസ്ഥയുണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാം, മൻ അഹബ്ബ, ആരെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അൻ യുക്രിമ ദീനഹു, അവൻ്റെ ദീനിനെ ആദരിക്കാൻ, ഫൽയഅ്തസിൽ മുഖാലതത സുൽത്താൻ, രാജാക്കന്മാരോട് സമ്പർക്കം പുലർത്തുന്നതിനെ അവൻ ഒഴിവാക്കിക്കൊള്ളട്ടെ. വമുജാലസത അസ്ഹാബിൽ അഹ്വ, ദേഹേച്ഛകളുടെ ആളുകളുടെ കൂടെ ഇരിക്കുന്നതും അവൻ ഒഴിവാക്കട്ടെ. എന്താണ് കാരണം? ഫഇന്ന മുജാലസതഹും അൽസഖു മിനൽ ജറബ്, അതെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ജറബുണ്ടാക്കുന്നതാണ്. ജറബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൊറി രോഗമാണ്, ചൊറിയുന്ന ഒരു രോഗമാണ്. ആ രോഗം ചെയ്യും അവനും വരുന്നതാണ്. അതായത് ഇവൻ്റെ അടുക്കൽ എന്താണോ മ്ലേച്ഛമായി തിന്മയായിട്ടുള്ളത് അതെന്ത് ചെയ്യും? നമ്മിലേക്കും വന്നെത്തുന്ന അവസ്ഥ ഉണ്ടാകും. സുഫിയാൻ സൗരി റഹ്മഹുല്ലാഹ് പറയാൻ, ഹവയുടെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിദ്അത്തിന്റെ ആളുകൾ ഹവയുടെ ആളുകളാണ്. അവരുടെ ഇച്ഛക്കനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന ആളുകളാണ്. അവരുടെ കൂടെയും എന്ത് ചെയ്യാൻ പാടില്ല? ഇരിക്കാൻ പാടില്ല. അഹ്ലുൽ ബിദ്അന്റെ കൂടെയും ഇരിക്കാൻ പാടില്ല. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറയാൻ, ബിദ്അത്തുകാരൻ്റെ കൂടെ നീ ഇരുന്ന് കഴിഞ്ഞാൽ മൂന്നാൽ ഒരു കാര്യം ഉണ്ടാകും. ബിദ്അത്തുകാരൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് ഉണ്ടാകുക. ഒന്നാമത്തെ കാര്യം, നിന്നെ ഒരാൾ കണ്ടാൽ അവൻ എന്താ വിചാരിക്കുക? ആ ബിദ്അത്തുകാരൻ്റെ കൂടെ ഇരിക്കുന്നതിൽ പ്രശ്നമില്ല എന്നെന്ത് ചെയ്യും? ആളുകൾ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. രണ്ടാമത്തേതോ, അവൻ്റെ ബിദ്അത്ത് ആരിലേക്കെത്തും? നിന്നിലേക്കും എത്തുന്ന അവസ്ഥയുണ്ടാകും. മൂന്നാമത്തേത്, സ്വന്തം നഫ്സിനെ പുകഴ്ത്തുന്ന അവസ്ഥ ഉണ്ടാകും. ബിദ്അത്തുകാരൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഓൻ സ്വന്തം നഫ്സിനോട് പറയുന്നെന്താ? എന്നിലേക്ക് ഈ ബിദ്അത്തൊന്നും എന്ത് ചെയ്യൂല? എത്തൂല, എനിക്ക് അത്യാവശ്യം അറിവുണ്ട്, എന്നെ ഈ ബിദ്അത്ത് ബാധിക്കുകയില്ല എന്ന ഒരു തോന്നൽ എന്ത് ചെയ്യും? അവൻ്റെ നഫ്സിനുണ്ടാകുന്ന. അതുകൊണ്ട് മൂന്നും അപകടം പിടിച്ച വിഷയമാണ്. നഫ്സിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വളരെ മോശമായ രൂപത്തിലാണ്. ഇന്ന നഫ്സല അമ്മാറത്തുൻ ബിസ്സൂ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ നഫ്സിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു സ്ഥലത്താണ് പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, നീ നിന്റെ റബ്ബിലേക്ക് തൃപ്തകരമായിട്ട് എന്ത് ചെയ്യുക? റബ്ബിലേക്ക് പോയിക്കൊള്ളുക. അപ്പോൾ ഇത് പറയുന്നത് എപ്പോഴാണ്?
ഈ പറയുന്ന സന്ദർഭം അവൻ്റെ മരണസന്ദർഭത്തിലാണ്. യാ അയ്യത്തുഹൻ നഫ്സ് അൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, എല്ലാം കഴിഞ്ഞതിന് ശേഷം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ നഫ്സിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക, നമ്മൾ ഒരിക്കലും സംശയത്തിൽ അകപ്പെടുകയില്ല എന്നൊക്കെ വിചാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപകടം പിടിച്ച വിചാരമായിട്ടാണ് നമ്മളത് തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ബിദ്അത്തിന്റെ ആളുകളുടെ കൂടെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല എന്നാണ്. എന്നിട്ട് അടുത്തത് പറയുന്നത് വതർക്കുൽ മിറാഇ വൽ ജിദാലി വൽ ഖുസൂമാതി ഫിദ്ദീൻ, ദീനിൽ തർക്കങ്ങളും കുതർക്കങ്ങളും ഒന്നും പാടില്ല. വസ്സുന്നതു ഇൻദനാ ആസാറു റസൂലില്ല, നമ്മുടെ അടുക്കൽ സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റസൂലിൻ്റെ ആസാറുകളാണ്, റസൂൽ വിട്ടേച്ചു പോയതാണ്. റസൂലിൻ്റെ സംസാരങ്ങളും റസൂലിൻ്റെ പ്രവർത്തികളും റസൂലിൻ്റെ അംഗീകാരങ്ങളും. വഹിയ ദലായിലുൽ ഖുർആൻ, അത് ഖുർആനിലേക്കുള്ള മാർഗമാണ്, അത് ഖുർആനിനെ വിശദീകരിക്കുകയാണ് ഹദീസുകൾ ചെയ്യുന്നത്. വലൈസ ഫി സുന്നതി ഖിയാസുൻ, സുന്നത്തിൽ ഖിയാസില്ല എന്നാണ് പറയുന്നത്. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് 40ഓളം സ്ഥലങ്ങളിൽ, ഖുർആനിൽ 40ഓളം സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം എന്ന് വന്നിട്ടുണ്ട്. നബിയെ അനുസരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബിയുടെ സുന്നത്തിനെ പിൻപറ്റുകയാണ് ചെയ്യേണ്ടത് എന്നാണ്. രണ്ടാമത്തേത്, വിശുദ്ധ ഖുർആൻ അള്ളാഹു ഇറക്കിയതുപോലെ തന്നെ ഹദീസും അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയതാണ്. സൂറത്തു നഹ്ലിലെ 44-ാമത്തെ ആയത്താണ് തെളിവ്. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വഅൻസൽനാ ഇലൈക ദിക്ർ, നിനക്ക് നാം ദിക്ർ അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെ ദിക്ർ കൊണ്ട് ഉദ്ദേശം സുന്നത്താണ്. സൂറത്തു നഹ്ലിലെ 44-ാമത്തെ ആയത്താണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ സുന്നത്തും അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചതാണ്. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. മൂന്നാമത്തെ കാര്യം, അള്ളാഹു ഖുർആനിനെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ ഖുർആൻ മനസ്സിലാകാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒന്നാണെന്ത്? സുന്നത്തുകൾ, ഹദീസുകൾ. ആ സുന്നത്തിനെയും അള്ളാഹു എന്ത് ചെയ്യും? സംരക്ഷിക്കും. ഖുർആൻ മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം? സുന്നത്ത് വേണം. അപ്പോൾ ആ സുന്നത്തിനെയും അള്ളാഹു എന്ത് ചെയ്യും? സംരക്ഷിക്കും. ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഇമാം ഷാഫിഈ റഹ്മഹുല്ലയുടെ ബുദ്ധിയുടെ ആഴം നമുക്ക് വ്യക്തമാകും. ഇമാം ഷാഫിഈ റഹ്മഹുല്ല പറയുന്നത് അറബി ഭാഷയും അള്ളാഹു എന്ത് ചെയ്യും? സംരക്ഷിക്കുന്നതാണ്. കാരണം ഖുർആനും ഹദീസും ഏതിലുള്ളത്? അറബിയിലാണുള്ളത്. അപ്പോൾ അറബിയും എന്ത് ചെയ്യും? അള്ളാഹു സംരക്ഷിക്കും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അതാണ് അതിനുള്ള തെളിവായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഖുർആനും സുന്നത്തും, സുന്നത്തിന് തെളിവല്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഒരുപാട് ആയത്തുകളിൽ സ്ഥിരപ്പെട്ട വിഷയമാണ് സുന്നത്തും. എന്താണ്? ദലീലാണ്. സുന്നത്ത് അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്നതിന് എന്തുണ്ട്? തെളിവുകളുണ്ട്. സൂറത്തു നിസായിലെ 113-ാമത്തെ ആയത്ത്, വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ, കിതാബും ഇറക്കി ഹിക്മത്തും ഇറക്കി എന്നാണ്. അപ്പോൾ ആ ഹിക്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്താ? സുന്നത്താണ്. ഹിക്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം സുന്നത്താണ്. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. അപ്പം അങ്ങനെ ഒരുപാട് ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കുറിക്കുന്ന ആയത്തുകളുണ്ട്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നുണ്ട്, അവസാന കാലമാകുമ്പോൾ എന്ത് ചെയ്യും? ചില ആളുകൾ വരും, എന്നിട്ട് അവർ പറയും എന്ത്? ഖുർആനിൽ എന്താണോ ഹലാല് അത് പറഞ്ഞാൽ മതി, ഖുർആനിൽ എന്താണോ ഹറാമ് അത് പറഞ്ഞാൽ മതി, ഹദീസിലുള്ളതൊന്നും എന്ത് ചെയ്യണ്ട, നമ്മോട് പറയണ്ട എന്ന അവസാന കാലമാകുമ്പോൾ ചില ആളുകൾ വരുന്നതാണ്. അവരെക്കുറിച്ച് പറയപ്പെടുന്നത് ആ ആളുകൾ അൽ ഖുർആനിയൂനാണ്, ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന ആളുകളാണ്. അപ്പോൾ ഖുർആൻ മാത്രം മതി എന്നത് ഖുർആനിന് തന്നെ വിരുദ്ധമാണ്. ഖുർആൻ മാത്രം മതി എന്ന വാദം ഖുർആനിന് തന്നെ വിരുദ്ധമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഖുർആനിനെ എന്താണ് സുന്നത്ത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായി ഇവിടെ പറയുന്നുണ്ട്, വസുന്നത്തു തുഫസ്സിറുൽ ഖുർആൻ, ഖുർആനിനെ വിശദീകരിക്കും. അപ്പോൾ ഖുർആനിനെ വിശദീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ വിശദീകരണത്തിൻ്റെ രൂപം അൻ തുബയ്യിന മുജ്മലൽ ഖുർആൻ, ഖുർആനിൽ മൊത്തത്തിൽ പറഞ്ഞതിനെ സുന്നത്ത് എന്ത് ചെയ്യും? വിശദമാക്കി തരും. വ അഖീമുസ്സലാം, ഖുർആനിൽ പറഞ്ഞു നിസ്കാരം എന്ത് ചെയ്യണം? നിങ്ങൾ മുറ പോലെ നിർവഹിക്കണം. എന്നാൽ ആ നിസ്കാരത്തിൻ്റെ സമയം എവിടെയാണ് സൂചിപ്പിച്ചത്? ഖുർആനിലുണ്ടോ? ഇല്ല, ഹദീസിലാണ് ഉള്ളത്. നിസ്കാരത്തിൻ്റെ രൂപം, നിസ്കാരത്തിൻ്റെ വാജിബുകൾ, നിസ്കാരത്തിൻ്റെ അർക്കാനുകൾ, ഇതൊക്കെ ഏതിലാണ് വിവരിക്കപ്പെട്ടത്?
സുന്നത്തിലൂടെയാണ് വിവരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒന്നാമതായി മൊത്തത്തിൽ പറഞ്ഞ കാര്യത്തെ സുന്നത്ത് എന്ത് ചെയ്യും? വിശദമാക്കി നമുക്ക് പറഞ്ഞു തരും. അതാണ് വസ്സുന്നത്തു തുഫസ്സിറുൽ ഖുർആൻ എന്നതിൻ്റെ ഒന്നാമത്തെ രൂപം. വആതു സക്കാ, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ സക്കാത്ത് ആർക്ക് കൊടുക്കണം, സക്കാത്ത് എങ്ങനെ കൊടുക്കണം, സക്കാത്തിൻ്റെ ഓഹരി എത്ര, ഇതൊക്കെ എന്ത് ചെയ്യും? സുന്നത്ത് വിവരിക്കും. രണ്ടാമത്തേത് തഖ്സീസു ഉമൂമിൽ ഖുർആൻ, ഖുർആനിൽ മൊത്തത്തിൽ പറഞ്ഞ കാര്യത്തെ എന്ത് ചെയ്യും? സുന്നത്ത് പ്രത്യേകമാക്കും എന്നുള്ളതാണ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണത്തിലേക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ പ്രവേശിക്കുന്നില്ല. മൂന്നാമത്തേത് തഖീദു മുത്ലഖിൽ ഖുർആൻ, ഖുർആൻ നിരുപാധികമായി പറഞ്ഞതിനെ സുന്നത്ത് എന്ത് ചെയ്യും? തഖീദ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് വസിയത്തിൻ്റെ വിഷയം, മിൻ ബഅദി വസിയത്തിൻ യൂസി ബിഹാ ഔ ദൈൻ, നിങ്ങൾ വസിയത്ത് നൽകുക, എത്ര നൽകണം എന്ന് എന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ആയത്ത് പ്രകാരം നോക്കുകയാണെങ്കിൽ എത്രയും എന്ത് ചെയ്യാം? നൽകാന്നാണ് കിട്ടുക, ആ ആയത്ത് പ്രകാരം നോക്കുകയാണെങ്കിൽ. എന്നാൽ ഹദീസിൽ വന്നു അസ്സുലുസു വസ്സുലുസു കസീർ, 1/3 തന്നെ ധാരാളമാണെന്ന് വന്നു. അപ്പോൾ അതിന് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റൂല? കൊടുക്കാൻ പറ്റൂല. അപ്പോൾ ഖുർആനിൽ നിരുപാധികമായി പറഞ്ഞു എത്രയും കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ സുന്നത്ത് എന്ത് ചെയ്തു? അതിനെ തഖീദ് ചെയ്തു, അതിനെ ചുരുക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സുന്നത്ത് ഖുർആനിന് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി അടുത്ത ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുന്നത്തുമായി ബന്ധപ്പെട്ട് സുന്നത്തും ഖുർആനും തമ്മിൽ 3 അവസ്ഥകളാണ് ഉണ്ടാകുക. ഖുർആനും സുന്നത്തും തമ്മിൽ 3 അവസ്ഥകൾ ഉണ്ടാകും. ഒന്നാമത്തെ അവസ്ഥ, ഖുർആനിലുള്ള അഹ്കാമുകൾ എന്താണോ അതേ അഹ്കാമുകൾ എവിടെയും ഉണ്ടാകും? സുന്നത്തിലും ഉണ്ടാകും. ഖുർആനിൽ എന്ത് അഹ്കാമാണോ ഉള്ളത് അതേ അഹ്കാമ് സുന്നത്തിലും ഉണ്ടാകും. രണ്ടാമത്തേത്, ഖുർആനിൽ മൊത്തത്തിൽ പറഞ്ഞതിനെ സുന്നത്ത് എന്ത് ചെയ്യും? വിശദമായി പറയും. മൂന്നാമത്തേത്, ഖുർആനിൽ ഇല്ലാത്തത് എന്തിൽ വരും? സുന്നത്തിൽ വരും. അങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട് ഖുർആനിൽ പ്രതിപാദിക്കാത്തത്, എന്നാൽ എന്ത് ചെയ്തിട്ടുണ്ട്? സുന്നത്തിൽ പ്രതിപാദിച്ചതായ ഒരുപാട് ഹദീസുകളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലൈസ ഫി സുന്നതി ഖിയാസുൻ, സുന്നത്തിൽ എന്തില്ല? ഖിയാസില്ല എന്നാണ് പറയുന്നത്. സുന്നത്തിൽ ഖിയാസില്ല, അതായത് സുന്നത്തിൽ ഖിയാസില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹദീസുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? നമ്മൾ ഒരു കാര്യം എന്ത് ചെയ്യുന്നു? ഖിയാസ് ചെയ്യുന്നു. ഖിയാസ് ചെയ്തിട്ട് നമ്മൾ സുന്നത്തിന് എന്ത് ചെയ്യുക? ഹദീസിനെ നിരാകരിക്കുക, അത് പാടില്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖിയാസ് 2 രൂപത്തിൽ, ഖിയാസുൻ സഹീഹുൻ, ഖിയാസുൻ ബാത്തിലുൻ. സഹീയായ ഖിയാസും ബാത്തിലായ ഖിയാസും. ഉദാഹരണം പറയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും ഇൻഷാ അല്ലാഹ്. ഹനഫികൾ പറയുന്നത് നിക്കാഹിന് എന്തിൻ്റെ ആവശ്യമില്ല? ഹനഫികളെ സംബന്ധിച്ചിടത്തോളം വലിയിൻ്റെ ആവശ്യമില്ല. ഒരു പെണ്ണിന് എന്ത് ചെയ്യാം? അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ആളെ വലിയില്ലാതെ കല്യാണം കഴിക്കാം എന്നാണ് ഹനഫികൾ എന്ത് ചെയ്യുന്നത്? അഭിപ്രായമായി പറയുന്നത്. അപ്പോൾ അവിടെ ആ അഭിപ്രായത്തിന് അവരുദ്ധരിക്കുന്ന തെളിവെന്താ? ഒരു സ്ത്രീ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ത്രീക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ പണം ഉണ്ടെങ്കിൽ ചെലവഴിക്കാം. ആരുടെ അനുമതിയുടെ ആവശ്യമില്ല? മാതാപിതാക്കളുടെ അനുമതിയുടെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനും എന്തിൻ്റെ ആവശ്യമില്ല? മാതാവിൻ്റെയോ പിതാവിൻ്റെയോ വലിയിൻ്റെ അനുമതിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞത്? ഖിയാസാണ്. ഇതിലേക്ക് എന്ത് ചെയ്തു? മറ്റൊന്നിനെ താരതമ്യം ചെയ്തു. പക്ഷേ ആ ഖിയാസ് എന്തിനെതിരാണ്? സുന്നത്തിനെതിരാണ്. അപ്പം ഇങ്ങനെയുള്ള ഖിയാസ് പാടില്ല എന്നാണ്. അതാണ് വലൈസ ഫി സുന്നതി ഖിയാസുൻ എന്നതിൻ്റെ ഉദ്ദേശം. അതായത് ബാത്തിലായ ഖിയാസില്ല എന്നാണ് ആ വരി കൊണ്ട് ഇമാം അഹ്മദ് റഹിമഹുല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ശരിയായ ഖിയാസുകളുണ്ട്, ആ ഖിയാസുകൾ പറ്റും, അതിനെന്തില്ല? യാതൊരു പ്രശ്നവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്തത് വലാ തുദ്റബു ലഹൽ അംസാൽ, അതിന് ഉദാഹരണങ്ങളും എന്ത് ചെയ്യരുത്? പറയരുത് എന്നാണ്. അതിന് ഉദാഹരണങ്ങളും പറയരുത്. അപ്പോൾ ഉദാഹരണങ്ങൾ പറയുക എന്നതിൻ്റെ ഉദ്ദേശവും ഇതുപോലെ തന്നെയാണ്. ബുദ്ധി കൊണ്ട് എന്ത് ചെയ്യുക? ചില കാര്യങ്ങൾ വ്യാഖ്യാനിച്ച് ആ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുന്നത്തിന് എന്ത് ചെയ്യുക? നിഷേധിക്കുക, ആ സുന്നത്തിനെ നിരാകരിക്കുക, അതും പാടില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. വല തുദ്റബു ലഹൽ
അംസാൽ വലാ തുദ്റബു ലഹ അൽ അംസാൽ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുല്ല വലാ തുദ്റബു ലഹൽ അംസാൽ എന്ന് പറയുന്നു. എന്നിട്ട് വലാ തുദ്റകു ബിൽ ഉഖൂൽ വൽ അഹ്വാ ഇന്നമാ ഹുവൽ ഇത്തിബാഉ വതർകുൽ ഹവാ. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഖിയാസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളെ താരതമ്യം ചെയ്ത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താരതമ്യം ചെയ്യാം, പക്ഷേ ആ താരതമ്യം എന്തിനെതിരാകാൻ പാടില്ല, ഖുർആനിനും സുന്നത്തിനും എതിരാകാൻ പാടില്ല എന്നാണ്. വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ. ചില ഉദാഹരണങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഉദാഹരിക്കും. ആ ഉദാഹരണങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്, ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ ചില മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഖിയാസ് നടത്തിയിട്ടുണ്ട്. ആ ഖിയാസ് ശരിയല്ല. വലാ തുദ്റബുൽ ഹൽ അംസാൽ എന്ന് പറഞ്ഞല്ലോ, അതിനെന്ത് ചെയ്യരുത്, മസലുകൾ പറയരുത്. അതിനുള്ള ഉദാഹരണമാണ് ഇന്നമൽ ബൈഉ മിസ്ലുർ റിബാ. കച്ചവടം ഏതുപോലെയാണ്, കച്ചവടവും പലിശയും ഒരേപോലെയാണെന്നാണ് പറയുന്നത്. കച്ചവടം പലിശയും ഒരേപോലെയാണ്. അതെന്തല്ല, ശരിയായ ഖിയാസല്ല. അതാണ് വലാ തുദ്റബു ലഹൽ അംസാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഖിയാസ് നടത്തുകയാണെങ്കിൽ അത് ഖുർആനിനും സുന്നത്തിനും എതിരാകരുത്. അങ്ങനെ എതിരായി കഴിഞ്ഞാൽ അത് സ്വീകാര്യ യോഗ്യമല്ല എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് വലാ തുദ്റകു ബിൽ ഉഖൂൽ. നമ്മൾ ബുദ്ധി കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യരുത്, മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. എന്താണോ ഹദീസിലുള്ളത് അത് അതുപോലെ എന്ത് ചെയ്യുക, വിശ്വസിക്കുക എന്നുള്ളതാണ്. വലൽ അഹ്വ, നമ്മുടെ ദേഹേച്ഛ കൊണ്ടും നമ്മൾ എന്ത് ചെയ്യരുത്, മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ഇന്നമാ ഹുവൽ ഇത്തിബാഉ വതർകുൽ ഹവ. അത് ഇത്തിബാഉ ചെയ്യുക, പിൻപറ്റുക, എന്നിട്ട് എന്ത് ചെയ്യുക, വതർകുൽ ഹവ, ഹവയെ ഒഴിവാക്കുക. റസൂലിനെ പിൻപറ്റുക, എന്നിട്ട് ഹവയെ ഒഴിവാക്കുക എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി അടുത്തത് വമിനസ്സുന്നതി അല്ലാസിമ. അവിടെ സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഖീദയാണ്. അല്ലാസിമ നിർബന്ധമായും വിശ്വസിക്കേണ്ട കാര്യത്തിൽപ്പെട്ടതാണ്. അല്ലതി മൻ തറക മിൻഹാ ഖസ്ല. ആ നിർബന്ധമായും വിശ്വസിക്കേണ്ട കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ ലം യഖ്ബൽഹ, എന്ത് ചെയ്യൂല, സ്വീകരിക്കൂല എന്നുള്ളതാണ്. വയുമിൻ ബിഹ, അവൻ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ലം യകുൻ മിൻ അഹ്ലിഹ, അതിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ അവൻ ഉൾപ്പെടൂല. അപ്പം നിർബന്ധമായും വിശ്വസിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആ കാര്യത്തിൽ ഒരാൾ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യൂല, അവൻ അഹ്ലുസുന്നയുടെ ആളായി മാറുകയില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. അവൻ അഹ്ലുസുന്നയുടെ ആളായി മാറുകയില്ല. അപ്പോൾ ഇവിടെ അതിൽ ഒന്നാമത്തെ കാര്യം പറയാം. എന്താണ് നിർബന്ധമായും വിശ്വസിക്കേണ്ട ഒന്നാമത്തെ കാര്യം? എന്താ? അൽ ഈമാനു ബിൽ ഖദ്രി ഖൈരിഹി വശർരിഹി. വമിന സുന്നത്തിൽ ലാസിമ, അനിവാര്യമായും വിശ്വസിക്കേണ്ട കാര്യത്തിൽപ്പെട്ടതാണ് അല്ലതി മൻ തറക മിൻഹാ ഖസ്ല, എന്തെങ്കിലും ഒരു കാര്യം ഒഴിവാക്കിയാൽ ലം യഖ്ബൽ ഹ വയുമിൻ ബിഹാ, അത് വിശ്വസിച്ചിട്ടില്ല, അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ലം യകുൻ മിൻ അഹ്ലിഹ, അവൻ അതിൻ്റെ ആളാവുകയില്ല എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം അൽ ഈമാനു ബിൽ ഖദ്രി ഖൈരിഹി വശർരിഹി. ഖദറിൽ എന്ത് ചെയ്യുക, വിശ്വസിക്കുക. അത് ഖൈറാകട്ടെ അത് ഷർറാകട്ടെ അതിൽ പൂർണ്ണമായും എന്ത് ചെയ്യണം, വിശ്വസിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഖദറിലുള്ള വിശ്വാസം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നമ്മൾ നമ്മുടെ ചുറ്റുഭാഗത്ത് ജീവിക്കുന്ന അവിശ്വാസികളെ ഒന്ന് എടുത്തു നോക്കിയേ. മുസ്ലിമീങ്ങളാണോ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് അറ്റംപ്റ്റുകൾ ചെയ്യുന്നത്, അതല്ല അവിശ്വാസികളാണോ? അവിശ്വാസികളാണ്. എന്നാൽ ഈ കാലഘട്ടത്ത് മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിച്ചു വരുന്നുണ്ട്. അതിനുള്ള കാരണം ദീനിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അകന്നു പോകുന്നു എന്നാണ്. അപ്പോൾ ഖദറിലുള്ള വിശ്വാസം അത് ശരിയായ രൂപത്തിൽ ഒരു മുസ്ലിമിൻ്റെ മനസ്സിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ അവൻ എന്തില്ല, ഒരിക്കലും ഇത്തരത്തിൽ ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കുക പോലുമില്ല എന്നാണ്. കാരണം അവനറിയാം അള്ളാഹു ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ കാര്യം തീരുമാനിച്ചിട്ടുള്ളത്. അള്ളാഹു ഖൈറല്ലാത്ത ഒന്നും ചെയ്യൂല, ഉദ്ദേശിക്കുകയില്ല എന്നും അവനറിയാം. അങ്ങനെ ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിന് വല്ലാത്ത സമാധാനം ഉണ്ടാകും. അപ്പോൾ ഖദറിലുള്ള വിശ്വാസം നമ്മൾ മനസ്സിലാക്കിയതുപോലെയല്ല. ഖദറിൽ ഒരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഈമാനിൻ്റെ ആസ്വാദനം രുചിക്കാൻ സാധിക്കുകയില്ല ഖദറിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ എന്നാണ്. അപ്പോൾ ഖദറിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഈമാൻ,
ആസ്വദിക്കാൻ സാധിക്കും എന്നെന്ത് ചെയ്യുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഖദറിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് മസ്അലകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേത് അൻവാഉ തഖ്ദീറാത്ത്, അള്ളാഹു ഖദറാക്കിയത് പല കോലത്തിലാണ്. ഒന്നാമത്തേത് അത്തഖ്ദീറുൽ ആം, മൊത്തത്തിലുള്ള ഖദറാണ്, മൊത്തത്തിലുള്ള ഖദറാണ്. അതിൻ്റെ മുമ്പ് അൽ ഖദാഉ വൽ ഖദർ എന്നല്ലേ പറയാറുള്ളത്, അൽ ഈമാനു ബിൽ ഖദാഇ വൽ ഖദർ, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. എന്താണ് അൽ ഖദാഉ വൽ ഖദർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എന്താണ് ഖദാ ഖദർ തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ടും ഒന്ന് തന്നെയാണോ? നമ്മൾ സാധാരണ കേൾക്കുന്നതാണ് ഖദാ ഖദറിൽ വിശ്വസിക്കണം, ഖദാ ഖദറിൽ വിശ്വസിക്കണം. എന്താണ് ഖദാ, എന്താണ് ഖദർ? ഖദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ് ചില കാര്യങ്ങൾ എന്ത് ചെയ്യും, തീരുമാനിക്കും. ഉദാഹരണത്തിന് അള്ളാഹുവിന് ഇൽമുണ്ട്, എന്താണ് നടക്കാൻ പോകുന്നതിനെക്കുറിച്ച്, ഇനി നടന്നാൽ എങ്ങനെ നടക്കും, എപ്പോൾ നടക്കും, എവിടെ വെച്ച് നടക്കും, എല്ലാത്തിനെ കുറിച്ചുള്ള അറിവ് അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്. ആ അറിവ് അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അത് ഉദ്ദേശിക്കണം. ഈ മൂന്നെണ്ണം ഖദറിൻ്റെ ഭാഗമാണ്, ഈ മൂന്നെണ്ണം ഖദറിൻ്റെ ഭാഗമാണ്. അത് നടപ്പിലാക്കലാണ് ഏത്, ഖദാ. അത് നടപ്പിലാക്കലാണ് ഖദാ. അതാണ് അൽ ഖദാഉ വൽ ഖദർ എന്നതിൻ്റെ ഉദ്ദേശമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ അൽ ഖദാഉ വൽ ഖദർ, അതിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തഖ്ദീറുൽ ആം, മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു തൻ്റെ ലൗഹുൽ മഹ്ഫൂലിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഉക്തുബ് എന്ന് പറഞ്ഞു, പേനയെ സൃഷ്ടിച്ചു, എന്നിട്ട് പേനയോട് എന്ത് പറഞ്ഞു, ഉക്തുബ്, എഴുതിക്കൊള്ളുക. പേന എന്ത് ചെയ്തു, എല്ലാം എഴുതിയെന്നാണ്, ഒന്നും ബാക്കി വെച്ചില്ല, എല്ലാം എഴുതി, അതിലൊന്നുപോലും ബാക്കിയില്ല. എന്തൊക്കെയാണോ സംഭവിക്കുക അതൊക്കെ എഴുതി വെക്കുന്ന അവസ്ഥ ഉണ്ടായി. രണ്ടാമത്തെ ഖദറിൻ്റെ ഒരു രൂപം എന്നത് അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഖദറാണ്, അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഖദർ. ഒന്നാമത്തേത് എല്ലാ സൃഷ്ടികളും എന്തൊക്കെ ചെയ്യുമെന്നെന്ത് ചെയ്തു, എഴുതി വെച്ചു. രണ്ടാമത്തേത് ഓരോ വ്യക്തികളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഫയുക്തബു അമലുഹു വ അജലുഹു വ റിസ്ഖുഹു വ ശഖിയ്യുൻ ഔ സഈദുൻ, അവൻ്റെ അമലുകൾ, അവൻ്റെ അജൽ, അവൻ്റെ റിസ്ക്, അവൻ ദൗർഭാഗ്യവാനാണോ സൗഭാഗ്യവാനാണോ ഒക്കെ എന്ത് ചെയ്തു, എഴുതി വെക്കപ്പെട്ടു, എല്ലാം എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അത് ഓരോ ആളുകളുടെയും ഉംർ, വയസ്സുമായി ബന്ധപ്പെട്ട ഖദറാണ്. ഇനി അതല്ല, വർഷത്തിലുള്ള ഖദറുണ്ട്. വർഷത്തിൽ എന്ത് ചെയ്യും, ചില കാര്യങ്ങൾ രേഖപ്പെടുത്തും, ഇന്ന വർഷത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതാണ് ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം അംറൻ മിൻ ഇൻദിനാ എന്ന ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അഞ്ചാമത്തേത് ഓരോ ദിവസവും എന്താണ് നടക്കുന്നത് എന്ന ഖദറിൻ്റെ വിഭാഗവുമുണ്ട്. കുല്ല യൗമിൻ ഹുവ ഫീ ഷഹൻ, കുല്ല യൗമിൻ ഹുവ ഫീ ഷഹൻ, എല്ലാ ദിവസവും അള്ളാഹു എന്ത് ചെയ്യാണ്, ജനങ്ങളുടെ കാര്യങ്ങൾ നടത്തുന്നതിൽ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹു ഇങ്ങനെ ഓരോ കാര്യങ്ങളും ജനങ്ങൾക്ക് നടത്തി കൊടുക്കാൻ. ചില ആളുകളുടെ ആവശ്യങ്ങളുണ്ടാകും, ആ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നു. ചില ആളുകളുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുന്നു. അപ്പോൾ അള്ളാഹു എല്ലാ ദിവസവും അള്ളാഹു ഖദാ നടത്തുന്നുണ്ട് എന്നാണ് ആ ആയത്തിൻ്റെ ഉദ്ദേശം. ഇനി മനസ്സിലാക്കേണ്ട ഒന്ന്, ലൗഹുൽ മഹ്ഫൂലിൽ അള്ളാഹു എഴുതിയതിൽ എന്തെങ്കിലും മാറ്റം വരും? ലൗഹുൽ മഹ്ഫൂലിൽ ഒരു കാര്യം എഴുതപ്പെട്ടിട്ടുണ്ട്, ആ എഴുതപ്പെട്ടതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ടോ? ലൗഹുൽ മഹ്ഫൂലിൽ എഴുതിയത് അതൊരിക്കലും എന്ത് ചെയ്യൂല, ലാ യതഗയ്യർ, ഒരു മാറ്റവും അതിൽ വരൂല. പൂർണ്ണമായ വിശ്വാസം നമുക്കതിലുണ്ടാകണം, ഒരു മാറ്റവും അതിലുണ്ടാവുകയില്ല എന്നാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് അള്ളാഹു 40 വയസ്സാണ് നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ ആ 40 വയസ്സ് അവിടെ ഉണ്ടാകും. എന്നാൽ അതേ സമയത്ത് നമുക്കറിയാം, പ്രായത്തിനെന്ത്, വയസ്സിനെന്ത് കൂടും, ഐശ്വര്യം കൂടും, പ്രായം കൂടും. എന്ത് ചെയ്തു കഴിഞ്ഞാൽ, ചില ഹദീസിൽ വന്നിട്ടുണ്ട്, മൻസറഹു അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി ഔ യുൻസഅ ലഹു ഫീ അസരിഹി ഫൽയസിൽ റഹിമഹു, കുടുംബബന്ധം ചേർത്ത് കഴിഞ്ഞാൽ അവൻ്റെ റിസ്ക് എന്ത് ചെയ്യും, വിശാലാകും, അവൻ്റെ വയസ്സിൽ ആധിക്യം ഉണ്ടാകും, അവൻ ഒരുപാട് വർഷം എന്ത് ചെയ്യാൻ പറ്റും, ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് അള്ളാഹു 40 വയസ്സ് എന്ന് രേഖപ്പെടുത്തി, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വർദ്ധിക്കുമല്ലോ. അപ്പോൾ ഈ വർധനവും എവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ലൗഹുൽ മഹ്ഫൂലിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ചിലയിടത്ത് എന്ത് ചെയ്യും, ഇത് മാറും. അതാണ് യംഹുല്ലാഹു മാ യശാഹു വയുസ്ബിത് വഇൻദഹു
ഉമ്മുൽ കിതാബ്. മലക്കുകളുടെ അടുക്കൽ ഒരു ഏടുണ്ട്. ആ ഏടിൽ എന്ത് ചെയ്യും? മാറ്റം വരും. ആ ഏടിൽ 40 എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാകുക. അവൻ എന്ത് ചെയ്യും? കുടുംബം വന്ന് ചേർക്കുമ്പോൾ ആ ഏടിൽ മാറ്റം വരും. ഈ ഏടിൽ മാറ്റം വരുമെന്നത് എവിടെ ഉണ്ട്? ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. അപ്പോൾ ലൗഹുൽ മഹ്ഫൂദിൽ യാതൊരു മാറ്റവും വരികയില്ല എന്നത് അസ്ലാണ്, എന്നത് നമ്മൾ പൂർണ്ണമായ നിലക്ക് വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ വിഷയം ഖദറുമായി ബന്ധപ്പെട്ട്, ഖദറിന് 4 മർത്തബകളാണുള്ളത്. ഖദറിന് എത്ര മർത്തബകളാണുള്ളത്? 4 മർത്തബകൾ ഖദറിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 4 മർത്തബകൾ എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ മർത്തബ മർത്തബത്തുൽ ഇൽം. അള്ളാഹുവിന് എല്ലാം അറിയാം. അള്ളാഹുവിന് അറിയാത്തതായി ഒന്നും തന്നെ ഇല്ല എന്നാണ്. ഖദരിയാക്കൾ കാഫിറുകളാണോ ഫാസിഖുകളാണോ? ഖദരിയാക്കൾ കാഫിറുകളാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഖദരിയാക്കളിൽ തന്നെ ഗുലാത്തുൽ ഖദരിയ, ഖദരിയാക്കളുടെ വിഷയത്തിൽ ഓവറായ ആളുകളാണ് എന്ത്? അവിശ്വാസികൾ എന്ന ഹുക്മ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതല്ലാത്ത എല്ലാ ഖദരിയാക്കളുമല്ല. കാരണം അവരെന്താ പറയുന്നത്? ഖദരിയാക്കൾ പറയുന്നത് അള്ളാഹു കാര്യങ്ങൾ അറിയുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് ആരറിയുന്നത്? അള്ളാഹു അറിയുന്നത് എന്നാണ്. അത് അള്ളാഹുവിൻ്റെ ഇൽമിനെ നിഷേധിക്കലാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഒന്നാമത്തെ ഖദറിൻ്റെ മർത്തബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അറിവിൽ വിശ്വസിക്കുക. അള്ളാഹുവിന് എല്ലാം അറിയാം. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹു ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ. അതാണ് ഒന്നാമത്തെ മർത്തബ. രണ്ടാമത്തേത് അൽ കിതാബ, അള്ളാഹു എല്ലാം എഴുതി വച്ചിട്ടുണ്ട് എന്നതാണ്. മൂന്നാമത്തേത് അൽ മഷീഅ, അള്ളാഹു ഉദ്ദേശിക്കുന്നതേ എന്തെയുള്ളൂ? നടക്കുള്ളൂ. അപ്പോൾ ഒന്ന് അള്ളാഹുവിൻ്റെ ഇൽമ്, രണ്ട് അള്ളാഹുവിൻ്റെ കിതാബത്ത്, മൂന്ന് അള്ളാഹുവിൻ്റെ അൽ മഷീഅ, അള്ളാഹു ഉദ്ദേശിക്കണം. ആ ഉദ്ദേശിച്ചതാണ് പിന്നെന്ത് ചെയ്യുക? സൃഷ്ടിക്കുക, അൽ ഖൽഖു. അപ്പോൾ ഈ 4 മർത്തബകൾ ഖദറിൻ്റെ വിഷയത്തിൽ അടിസ്ഥാനങ്ങളാണ്. അള്ളാഹുവിന് എല്ലാം അറിയാം, എല്ലാം അള്ളാഹു എഴുതി വച്ചിട്ടുണ്ട്, അള്ളാഹു ഉദ്ദേശിക്കുന്നു, ആ ഉദ്ദേശിച്ചത് അള്ളാഹു സൃഷ്ടിക്കുന്നു. ഇതാണ് ഖദറിൻ്റെ 4 മർത്തബകൾ. ഈ മർത്തബകളിൽ പൂർണ്ണമായി ഒരാൾ വിശ്വസിക്കുമ്പോഴാണ് അവൻ്റെ വിശ്വാസം ശരിയാവുക, അവൻ്റെ വിശ്വാസം ശരിയായ വിശ്വാസമായി മാറുക. അതല്ലാത്തിടത്തോളം കാലം അവൻ്റെ ഖദറിലുള്ള വിശ്വാസം എന്തെയ്യൂല? സ്വീകാര്യയോഗ്യമാവുകയില്ല എന്നാണ്. ഒരിക്കലും സ്വീകാര്യയോഗ്യമാകുന്ന അവസ്ഥ ഉണ്ടാകൂല. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റു ചില വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ ഇറാദത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടുത്തുള്ള ആൾക്കാർ ഉണർത്തണം. കാരണം നമ്മൾ പകുതിന്ന് കേട്ട് കഴിഞ്ഞാൽ സംശയം ഉണ്ടാകും. പിന്നെ ആ സംശയം എന്ത് ചെയ്യൂല? അത് കാലാകാലം സംശയമായിട്ട് മാറും. അപ്പോൾ ശ്രദ്ധ കൊടുത്ത് ഇരിക്കണം എന്നാണ് തുടക്കത്തിൽ പറയാനുള്ളത്. ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഭൂമിയിൽ നന്മയും നടക്കുന്നുണ്ട്, തിന്മയും നടക്കുന്നുണ്ട്. ഇതൊക്കെ ആരുടെ ഉദ്ദേശപ്രകാരമാണ്? അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരമാണ്, ഒരു സംശയമില്ല. നന്മ നടക്കുന്നുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ ഉദ്ദേശം, തിന്മ നടക്കുന്നുണ്ടെങ്കിലും അത് അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരമേ നടക്കുന്നുള്ളൂ. അല്ലാത്ത ഒരാളുടെ ഉദ്ദേശവും എന്ത് ചെയ്യൂല? ഇവിടെ നടക്കൂല. അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് അതാണ് നടക്കുക. അതെല്ലാവരും നമ്മളെല്ലാവരും വിശ്വസിച്ച് പോരുന്ന വിശ്വാസം. എങ്കിലും ഒരാൾ നമ്മോട് ചോദിക്കാൻ, ഷിർക്ക് നടക്കുന്നുണ്ടല്ലോ, ഒരാൾ ഷിർക്കിലകപ്പെട്ട ഒരാൾ പറയാണ്, ഷിർക്കും അള്ളാഹിൻ്റെ ഉദ്ദേശത്തിലാണ് എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരമാണ് ഞാൻ എന്തായിട്ടുള്ളത്? ഷിർക്ക് ചെയ്യുന്നവനായിട്ടുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ അള്ളാഹിൻ്റെ ഉദ്ദേശപ്രകാരം ഞാൻ ഷിർക്ക് ചെയ്യുന്നവനായി, അള്ളാഹിൻ്റെ ഉദ്ദേശപ്രകാരം മറ്റൊരു തൗഹീദുള്ളവനായി. അപ്പം നമ്മൾ രണ്ടാളും ഒന്നല്ലേ എന്ന് ചിലപ്പോൾ ചില ആളുകൾ ചോദിക്കും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഉദ്ദേശം 2 രൂപത്തിലാണ്. അത് നമ്മൾ ആ രൂപത്തിൽ വ്യത്യസ്തപ്പെടുത്തി തന്നെ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ഉദ്ദേശം 2 രൂപത്തിൽ. ഒന്ന് അൽ ഇറാദത്തുൽ കൗനിയ, പ്രാപഞ്ചികമായ അള്ളാഹുവിൻ്റെ ഉദ്ദേശം. പ്രാപഞ്ചികമായ അള്ളാഹുവിൻ്റെ ഉദ്ദേശം ഇതൊരുപാട് വിശദീകരിക്കേണ്ട വിഷയമാണ് കേട്ടോ. ഖദറിൻ്റെ വിഷയം ഒരുപാട് വിശദമായി പറയേണ്ട വിഷയമാണ്. ഇപ്പോൾ ഇൽമ് പറഞ്ഞിടത്ത് തന്നെ അള്ളാഹുവിൻ്റെ ഇൽമ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഇൽമിനെ നിഷേധിച്ച ആളുകളൊക്കെ ഉണ്ട്. ഇബ്നു സീനയെ പോലെയുള്ള ആളുകളൊക്കെ
ഇൽമിനെ നിഷേധിച്ച ആളുകളാണ്. അപ്പോൾ അതൊക്കെ ഒരുപാട് പറയാനുണ്ട്, അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ഇപ്പോൾ പറയാണ്. ഒന്നാമത്തത് ഇറാദത്തുൽ കൗനിയ, പ്രാപഞ്ചിക ഉദ്ദേശം. ഈ പ്രാപഞ്ചിക ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ നടക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം, ഷിർക്കാകട്ടെ, കുഫ്രാകട്ടെ, നിഫാഖാകട്ടെ, എല്ലാം ആരുടെ ഉദ്ദേശപ്രകാരം നടക്കുന്നത്? അള്ളാഹിൻ്റെ ഉദ്ദേശപ്രകാരം. പക്ഷേ ഈ ഇറാദത്തുൽ കൗനിയ അത് അള്ളാഹു എന്ത് ചെയ്യുന്നില്ല? ഇഷ്ടപ്പെടണമെന്നില്ല. ഭൂമിയിൽ ഷിർക്ക് നടക്കുന്നു, അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാലോ ഇല്ല, അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അത് ഭൂമിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. അതിനെന്തുണ്ട്? വേറെ ചില ഹിക്മത്തുകളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് വേറെ ചില ഹിക്മത്തുകളുണ്ട്. അതാണ് ഇറാദത്തുൻ കൗനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാദത്തുൻ കൗനിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇറാദത്തുൻ ശർഇയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നതെല്ലാം ഇറാദത്തുൻ ശർഇയ്യാണ്. ഒരാൾ തൗഹീദ് സ്വീകരിക്കണം എന്നത് ഏത് ഇറാദത്താണ്? ഇറാദ ശർഇയ്യയാണ്. ഒരാൾ മുസ്ലിം ആകണം എന്നത് ഏത് ഇറാദത്താണ്? ഇറാദ ശർഇയ്യയാണ്. എന്നാൽ ഭൂമിയിൽ കുഫ്ർ നടക്കുന്നു, ഫിസ്ക് നടക്കുന്നു എന്നതൊക്കെ ഏത് ഉദ്ദേശമാണ്? കൗനിയായ ഇറാദത്താണ്. കൗനിയായ ഇറാദത്തായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കൗനിയായ ഇറാദത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതും ഉണ്ടാകും, അള്ളാഹു ഇഷ്ടപ്പെടാത്തതും ഉണ്ടാകും എന്നാണ് തിരിച്ചറിയേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അബൂജഹലിൻ്റെ കുഫ്ർ, അബൂജഹൽ കാഫിറാണല്ലോ, അതിൽ സംശയമില്ല. അത് ഇറാദ കൗനിയയാണോ ഇറാദ ശർഇയ്യയാണോ? ഇറാദ കൗനിയയാണ്. അള്ള ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല, അള്ള ഒരിക്കലും ചെയ്യുന്നില്ല, അത് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അതേ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ മുസ്ലിമീങ്ങളാണ് എന്നത് ഏത് ഉദ്ദേശം? ഇറാദ ശർഇയ്യ. ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാദ ശർഇയ്യ നടന്നു കഴിഞ്ഞാൽ അത് ഇറാദത്തുൻ കൗനിയയുമാണ്. ഇപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയല്ലോ. അപ്പോൾ മുസ്ലിം ആയിക്കഴിഞ്ഞാൽ അത് പ്രപഞ്ചത്തിൽ സംഭവം ചെയ്തു, നടന്നു. അപ്പോൾ അതെന്തുമായി കഴിഞ്ഞു? കൗനിയയുമാണ്, ശർഇയ്യയുമാണ്. അതായത് പ്രപഞ്ചത്തിൽ ഒരു കാര്യം നടന്നാൽ അതെന്താണ്? കൗനിയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നതും ഉണ്ടാകും, അതിൽ ഇഷ്ടപ്പെടാത്തതും ഉണ്ടാകും. എന്നാൽ ശർഇയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മാത്രമാണ്, ഇഷ്ടപ്പെടാത്തത് അതിൽ ഉൾപ്പെടുകയില്ല എന്നാണ് തിരിച്ചറിയേണ്ടത്. അപ്പം ഇതാണ് ഇറാദത്തുൻ കൗനിയ ശർഇയ്യ എന്നതുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇറാദത്തുൻ ശർഇയ്യ നടക്കണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നുണ്ട്. ഇറാദത്തുൻ ശർഇയ്യ നടക്കണമെന്ന് അള്ളാഹു നേരിട്ട് അള്ളാഹു ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ കൗനിയായത് അള്ളാഹു നടക്കണമെന്ന് എന്ത് ചെയ്യുന്നില്ല? ആ കാര്യം നടക്കണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ആ കാര്യം നടക്കുന്നത് വേറെ പല ഹിക്മത്തുകൾക്കും വേണ്ടിയിട്ടാണ്. ആ കാര്യം ഉണ്ടാകണം എന്നതിനല്ല ലക്ഷ്യം, വേറെ ഹിക്മത്തുകൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ കാര്യം നടക്കുന്നത് എന്നാണ്. അപ്പോൾ ആ കാര്യം അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് വേറെ പല ഹിക്മത്തുകൾക്ക് എന്ത് ചെയ്യണം? ആ കാര്യം നടക്കണം എന്നുള്ളതാണ്. മദാരിജുസ് സാലിക്കീനിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇബ്ലീസിനെ സൃഷ്ടിച്ചതിൽ അള്ളാഹുവിനുണ്ട് ഒരുപാട് ഹിക്മത്തുകളുണ്ട്. അപ്പോൾ ഇബ്ലീസിനെ സൃഷ്ടിച്ചു എന്നത് അള്ളാഹു ആണല്ലോ സൃഷ്ടിച്ചത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പിന്നിൽ എന്തുണ്ട്? ഒരുപാട് ഹിക്മത്തുകളുണ്ട് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നാണ്. അതായത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിക്കോ, ചില ആളുകൾ സിനയിൽ ഏർപ്പെടും, വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു പോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം അങ്ങനെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇറാദ കൗനിയാണോ ശർഇയ്യാണോ? കൗനിയാണ്. പക്ഷെ അള്ളാഹു ആ കാര്യം ഉദ്ദേശിക്കുന്നുണ്ടോ? അതല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. മറിച്ച് ആ സിനയിൽ ഏർപ്പെട്ട് സ്വാഭാവികമായിട്ടും അവൻ ആകെ തളർന്നു പോകും. തളർന്നു പോയിട്ട് അള്ളാഹുവിലേക്ക് അവൻ എന്ത് ചെയ്യും? മടങ്ങും. തൗബ ചെയ്ത് അവൻ മുമ്പ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിനേക്കാളും നല്ല അവസ്ഥയിലേക്ക് അവൻ മടങ്ങും. അപ്പോൾ അതാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശം എന്നാണ്. അതാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശം. നമുക്ക് ചിലപ്പോൾ അത് കാണുമ്പോൾ ഷർറായി തോന്നും. ഭൂമിയിൽ കുഫ്ർ നടക്കുക എന്നുള്ളത് നമുക്ക് ഷർറായി തോന്നുന്നുണ്ടല്ലോ. പക്ഷെ അള്ളാഹുവിന് എന്തുണ്ട്? ഒരുപാട് ഹിക്മത്തുകൾ ആ വിഷയത്തിലുണ്ട് എന്നാണ് തിരിച്ചറിയേണ്ടത്. ഏതുപോലെ എന്ന് വെച്ചാൽ ചെറിയൊരു കുട്ടിക്ക് നമ്മൾ മരുന്ന് കൊടുക്കുകയാണ്, അവനക്ക് ഇഷ്ടമുണ്ടാകുമോ? അവനക്ക് ഒരിക്കലും ഇഷ്ടമുണ്ടാകില്ല. പ്രത്യേകിച്ചും കയ്പുള്ള മരുന്നൊക്കെ ആണെങ്കിൽ കുടിക്കാൻ തന്നെ നിൽക്കൂല. എന്നാൽ ആ കുടിച്ചത് കൊണ്ട് ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചാലോ, ആ കുടിച്ചത് കൊണ്ട് ഉപകാരമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താ? ചില ഉപകാരങ്ങൾ ഉണ്ടാകണം.
എന്നാൽ അതേ സമയത്ത് അവിടെയുള്ള അതിൻ്റെ രുചി എന്തല്ല, അത്ര നല്ല രുചിയല്ല. പക്ഷേ ചില ഉപകാരങ്ങൾ അവനുണ്ട് എന്ന ഹിക്മത്ത് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വശർറു ലൈസ ഇലൈക. നബി പറയാൻ, അള്ളാഹുവെ ഷർറ് എന്ത് ചെയ്യൂല, നിന്നിലേക്ക് ചേർക്കപ്പെടൂല എന്നാണ്. അള്ളാഹുലേക്ക് എന്ത് ചെയ്യൂല, ഷർറ് ചേർക്കപ്പെടൂല. അള്ളാഹുലേക്ക് ഒരിക്കലും ഷർറ് ചേർക്കപ്പെടൂല. അള്ളാഹുലേക്ക് ഷർറ് ചേർക്കപ്പെടൂല എന്നതിൻ്റെ ഉദ്ദേശം വളരെ കൃത്യമായി മനസ്സിലാക്കിക്കോ. അള്ളാഹു സൃഷ്ടിക്കുന്നതെല്ലാം ഖൈറിനാണ്. നമുക്കെന്തായി തോന്നാം, ഷർറായി തോന്നാം. ഇബ്ലീസിനെ സൃഷ്ടിച്ചത് പോലും എന്താണ്, ഖൈറാണ്. ഇബ്ലീസിൻ്റെ സൃഷ്ടിപ്പിൽ പോലും എന്തുണ്ട്, ഖൈറുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. ഫാഇലും മഫ്ഊലും. ഫിഇലും മഫ്ഊലും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഞാനൊരു ഫോൺ എന്ത് ചെയ്യാണ്, ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഉണ്ടാക്കുന്ന ആളാരാ, ഞാനാണ് ഉണ്ടാക്കുന്ന വ്യക്തി. ഉണ്ടാക്കുക എന്നുള്ളത് പ്രവർത്തനമാണ്. ഉണ്ടാക്കപ്പെടുന്നതാണ് എന്ത്, ഫോൺ എന്നുള്ളത്. അപ്പോൾ ഉണ്ടാക്കുന്ന പ്രവൃത്തിയിൽ എന്തില്ല, ഷർറില്ല. പക്ഷെ ഉണ്ടാക്കപ്പെടുന്ന വസ്തുവിലാണ് എന്തുള്ളത്, ഷർറുള്ളത്. അപ്പോൾ അള്ളാഹു ഇബ്ലീസിനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആ സൃഷ്ടിപ്പിൽ ഷർറാണോ ഖൈറാണോ, ഖൈർ മാത്രം. എന്നാൽ ഇബ്ലീസ് എന്ന സൃഷ്ടിയിൽ എന്തുണ്ട്, ഷർറുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖലായിൽ ഒരു ഷർറുമില്ല, അള്ളാഹുവിൻ്റെ ഖദായിൽ ഒരു ഷർറുമില്ല. മറിച്ച് എന്തിനെയാണോ അള്ളാഹു സൃഷ്ടിക്കുന്നത് അതിലെന്തുണ്ടാകും, ഷർറുണ്ടാകും. അതാണ് വശർറു ലൈസ ഇലൈക എന്നതിൻ്റെ ഉദ്ദേശമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വശർറു ലൈസ ഇലൈക ഫഖൽഖു ഇബ്ലീസ് ഐ നഫ്സുൽ ഫിഅലി വൽ ഖൽഖ്. ഇബ്ലീസിനെ സൃഷ്ടിച്ചു എന്നത് ലൈസ ഷർറൻ, അതെന്തല്ല, ഷർറല്ല. ലിഅന്നഹു ഖുലിക ലിഹികമിൻ. എന്തിനാ സൃഷ്ടിച്ചത്, ഹിക്മത്തിന് വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. വശർറു ഫി മഫ്ഊലാതിഹി സുബ്ഹാന ലാ ഫി ഫിഅലിഹി നഫ്സി. അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളിലാണ് എന്തുള്ളത്, ഷർറുള്ളത്. അള്ളാഹിൻ്റെ സൃഷ്ടിപ്പിൽ എന്തില്ല, യാതൊരു ഷർറുമില്ല. ദക്കറ ഹാദാ ഇബ്നു തൈമിയ്യത വബ്നുൽ ഖയ്യിം. ഇബ്നു തൈമിയും ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയും ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ സെല്ലുണ്ടാക്കാൻ, ജയിൽ ഉണ്ടാക്കാൻ. അപ്പോൾ ആ ജയിൽ ഉണ്ടാക്കുന്നതിൽ ഷർറാണോ ഖൈറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, ഷർറാണോ ഖൈറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ വരിക, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്നുള്ളത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഉദാഹരണം പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. വഇൻ കാന അല്ലദീ സുജ്ജിന തഅദ്ദബ വഫാറഖ അഹ്ലഹു ലാകിൻ അൽ ഖൈർ മിൻ സിജ്നിഹി ലിമസ്ലഹത്തിൻ ഉഖ്റാ ലാ ലിദാതിഹി. ഒരാളെ ജയിലിൽ അടച്ചു, അയാൾക്കത് ഖൈറാണോ ഷർറാണോ, അയാൾക്കത് ഷർറാണ്. എന്നാൽ അതേ സംഭവം ബാക്കിയുള്ള ആളുകൾക്കോ ഖൈറാണ്. ബാക്കിയുള്ള ആളുകൾക്ക് അത് ഖൈറാണെന്നുള്ളതാണ്. കാരണം അവൻ്റെ ഫിത്നയിൽ നിന്ന് എന്ത് ചെയ്തു, ആളുകൾ രക്ഷപ്പെട്ടു. അവൻ്റെ ഫിത്നയിൽ നിന്ന് ആളുകൾ രക്ഷപ്പെട്ടു. അപ്പോൾ ആ പ്രവർത്തനം അവനെ സംബന്ധിച്ചിടത്തോളം ഷർറാണ്. പക്ഷെ ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിലെന്തുണ്ട്, ഒരുപാട് ഖൈറാത്തുകളുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇറാദത്തുൻ കൗനിയ, ഇറാദത്തുൻ ശർഇയ്യ. അതോടൊപ്പം തന്നെ അവസാനം സൂചിപ്പിച്ച അള്ളാഹുവിൻ്റെ ഇറാദത്തുൻ കൗനിയെ സൂചിപ്പിച്ചു, ശർഇയ്യയും മറ്റൊന്ന് വശർറു ലൈസ ഇലൈക എന്ന വിഷയം, വശർറു ലൈസ ഇലൈക എന്നതുമായി ബന്ധപ്പെട്ട വിഷയം. ഇനി ഖദറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. അൽ ഖദ്റു ഫിഅലുൻ മിൻ അഫ്ആലില്ല. ഖദർ അള്ളാഹുവിൻ്റെ പ്രവർത്തനം. ചില അടിസ്ഥാനങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. രണ്ടാമത്തേത് അൽ ഖദ്റു സിർറുല്ല, അള്ളാഹുവിൻ്റെ രഹസ്യമാണ് ഖദർ. മൂന്നാമത്തേത് മാ ഖദ്ദറ അല്ലാഹു സുബ്ഹാനഹു മിൻ ഖൈരിൻ വശർരിൻ ഫഇന്നമാ ലിഹിക്മത്തിൻ വഗായ. ഖൈറും ഷർറും അള്ളാഹു നിയമിച്ചിട്ടുണ്ട് എങ്കിൽ അതിലെന്തുണ്ട്, വലിയ ഹിക്മത്തും വലിയ ഖൈറുമുണ്ട് എന്ന് മനസ്സിലാക്കണം. മറ്റൊന്ന് മാ അസ്വാബക ലം യകുൻ ലിയുഖ്തിയക വമാ അഖ്തഅക ലം യകുൻ ലിയുസീബക. നിനക്ക് എന്തൊക്കെ ബാധിച്ചിട്ടുണ്ടോ അതൊക്കെ അള്ളാഹു തീരുമാനിച്ചതാണ്. എന്നാൽ ബാധിക്കാതെ പോയിട്ടുണ്ടെങ്കിലോ അത് അള്ളാഹു ചെയ്തിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല എന്നാണ് തിരിച്ചറിയേണ്ടത്. ലാ യുംകിനു അൻ യഹ്ദുസ ഫീ ഷൈ ലാ യുംകിനു അൻ യഹ്ദുസ ഷൈഉൻ ഫീ മുൽക്കില്ലാഹി തആല മിൻ ഗൈരി ഇറാദത്തിഹി. അള്ളാഹുവിൻ്റെ ഉദ്ദേശമില്ലാതെ അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൽ എന്ത് ചെയ്യൂല, ഒന്നും തന്നെ നടക്കുകയില്ല എന്നാണ് എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്.
ഇനി മറ്റൊരു ചോദ്യം, അള്ളാഹു, നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അള്ളാഹു തിന്മ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താ ഉത്തരം പറയേണ്ടത്? അള്ളാഹു തിന്മ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഉണ്ട് എന്ന് മുത്തലക്കൻ നിരുപാധികമായി പറയാൻ സാധിക്കുകയില്ല. മറിച്ച് എന്ത് ചെയ്യണം, നമ്മൾ വിശദമാക്കിയിട്ട് എന്ത് ചെയ്യണം, പറയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു കൗനിയായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, ശറഈയായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മൾ അള്ളാഹു തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? അടുത്തവൻ്റെ ചോദ്യം എന്തായിരിക്കും? അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഞാൻ ചെയ്തത്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമല്ലേ ഞാൻ ചെയ്തതാണോ എന്ന് ചോദിക്കുക. അവിടെയാണ് നമ്മൾ പറയാ അള്ളാഹു തിന്മ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നുണ്ട് കൗനിയായിട്ട്, പക്ഷെ ഉദ്ദേശിക്കുന്നില്ല എങ്ങനെ? ശറഈയായിട്ട്. ഇത് ഫലാസിഫക്കാർ ചോദിക്കും, ഫിലോസഫിക്കാർ ഈ ചോദ്യങ്ങൾ ചോദിക്കും. അതുമാത്രമല്ല, നിരീശ്വരവാദികളൊക്കെ ഖദറിനെതിരെ നിഷേധിക്കുന്ന ആളുകളൊക്കെ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള ഉസൂലുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് കൃത്യമായി നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ നമ്മൾ തെറ്റിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് എന്ന് തിരിച്ചറിയുക. മറ്റൊരു ഖായിദ, അശ്ശർറു യുളാഫു ഇലൽ മഖ്ദൂർ ലാ ഇലൽ ഖദർ. ഷർറ് അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിപ്പിലേക്കാണ് ചേർക്കപ്പെടുക, അള്ളാഹുവിൻ്റെ ഖദറിലേക്കല്ല ചേർക്കപ്പെടുക എന്ന ഖായിദ കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്തത്, വലാ യദ്ലിമു റബ്ബുക അഹദ. അല്ലാഹു എന്ത് ചെയ്യൂല, ഒരാളോടും അള്ളാഹു അനീതി കാണിക്കൂല, ഒരാളെയും അള്ളാഹു ആക്രമിക്കൂല. വളരെ നീതിപൂർവമായിരിക്കും അള്ളാഹുവിൻ്റെ വിധികൾ ഉണ്ടാവുക എന്നെന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അടുത്തൊരു ഖായിദ, അൽ ഈമാനു ബിഇൽമില്ലാഹി സാബിഖ് ബിഅഹ്ലിൽ ജന്നതി വന്നാർ ലാ യതനാഫ മഅൽ ഇജ്തിഹാദി വൽ അമൽ ബിമൂജബി ശറഅ. ഇതും ഒരുപാട് ആളുകൾ ഖദറിനെതിരെ സംസാരിക്കുന്ന ആളുകൾ പറയുന്ന ഒരു വാദമാണ്. സ്വർഗവും നരകവും അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ എന്തിനാണ് അമൽ ചെയ്യേണ്ടത് എന്നത്. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്, സ്വർഗവും നരകവും സൃഷ്ടിച്ചു എന്നതും അള്ളാഹുവിന് മുമ്പേ അറിയാമെന്നതും എന്തിന് നിർബന്ധമാക്കുന്നില്ല, നമ്മൾ ഒരു അമലും ചെയ്യണ്ട എന്നതിനെ നിർബന്ധമാക്കുന്നില്ല എന്നാണ്. ഈ ചോദ്യം ചോദിക്കുന്ന ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, ദീനീപരമായിട്ട് മാത്രമാണ് ഈ ചോദ്യം ചോദിക്കുക. എന്നാൽ ദുന്യവിയായിട്ടും ഖദർ, ദീനും ദുനിയാവൊക്കെ ഉൾക്കൊള്ളുന്നതല്ലേ ഖദർ. എന്നാൽ അവൻ പറയോ, ഞാൻ കല്യാണമൊന്നും കഴിക്കണില്ല, ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, മെഹറൊക്കെ കൃത്യസമയമാകുമ്പോൾ മെഹർ വരും, കൃത്യസമയമാകുമ്പോൾ ജോലിയും വരും, ഞാൻ വീട്ടിൽ ഇങ്ങനെ കുത്തിരിക്കുകയാണ്, അള്ളാഹ് എന്തേലും എന്ത് ചെയ്യും, അള്ളാഹ് തീരുമാനിച്ചത് നടക്കും എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വീട്ടിലിരിക്കലുണ്ടാവും? ഇല്ല, ആരും വീട്ടിലിരിക്കലില്ല. അതുകൊണ്ട് തന്നെ ദുനിയാവിൻ്റെ വിഷയത്തിൽ ഈ കാര്യം പറയുന്നില്ല, മറിച്ച് ഏത് വിഷയത്തിൽ, ആഖിറത്തിൻ്റെ വിഷയത്തിൽ ഈ കാര്യം പറയാതെ ദുനിയാവിൻ്റെ വിഷയത്തിൽ ഈ കാര്യം പറയാതെ എന്ത് ചെയ്യുന്നു, ആഖിറത്തിൻ്റെ വിഷയത്തിൽ മാത്രം ഈ കാര്യം പറയുന്നു എന്നത് തന്നെ അവരുടെ വൈരുദ്ധ്യമാണ്. പറയുകയാണെങ്കിൽ രണ്ടിനും ഒരേ ഹുക്മ് കൊടുക്കണം, കാരണം രണ്ടും ഒരേ വിഷയമാണ്, രണ്ടും അള്ളാഹിൻ്റെ ഖദറാണ്. അപ്പോൾ ഈ പറയുന്ന ആളുകൾക്ക് ഒന്നാമതായി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഈ വിഷയമാണ്. നിങ്ങൾ പറഞ്ഞതുപോലെയാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഒരു പരിശ്രമവും നിങ്ങൾ നടത്തേണ്ടതില്ല, നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരുന്നാൽ മതി, എല്ലാം ചെയ്യും, അള്ളാഹു തീരുമാനിച്ചതുപോലെ എത്തും. അപ്പോൾ അത് അംഗീകരിക്കൂല. അപ്പോൾ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇതും എന്ത് ചെയ്യാൻ പാടില്ല, അംഗീകരിക്കാൻ പാടില്ല. ആ രൂപത്തിലാക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അവരെ അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്നാണ്. ഇനി അടുത്തത്, യജൂസുൽ ഇഹ്തിജാജു ബിൽ ഖദ്രി ഫിൽ മസാഇബി ലൽ മആഇബ്. മുസീബത്തുകൾ ബാധിച്ചാൽ ഇത് അള്ളാഹു ഖദറാക്കിയതാണ് എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പനി ബാധിച്ചു, അതല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു രോഗങ്ങളൊക്കെ ഉണ്ടായി, അവിടെ എന്ത് ചെയ്യാം, നമുക്ക് പറയാം ഇത് അള്ളാഹുവിൻ്റെ ഖദർ കാരണത്താൽ ഉണ്ടായതാണ് എന്ന് പറയാം, അള്ളാഹു തീരുമാനിച്ചതാണ്. അങ്ങനെ